ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10,000 വരുന്ന കുട്ടികളെ യൂത്ത് ലീഗുകാരെ കാണുന്നില്ലേ? അവരുടെ സ്വപ്നം എന്താണെന്ന് ജലീൽ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അവരുടെ ആഗ്രഹം എന്താണ്? തന്റെ വണ്ടിയുടെ മുമ്പിൽ പോകുന്ന 2 പൈലറ്റ് വാഹനവും പിറകിൽ വരുന്ന എസ്കോട്ട് വാഹനവും അതാണ് ജീവിതമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ അവസാനം മയ്യത്തുകട്ടിലിൽ പോകുമ്പോ മുമ്പിൽ നടക്കുന്നവർ, പിറകിൽ നടക്കുന്നവർ, അവർ ചൊല്ലുന്ന ദിക്റുകൾ, അപ്പോൾ പുതപ്പിക്കുന്ന പച്ചപ്പതാകയാണ് ഞങ്ങൾക്ക് വലുതെന്ന് കരുതുന്ന 10,000-ങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബലം. ആരെങ്കിലും കൊടുക്കുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി പിറന്ന സംഘടനയെയും ജീവിപ്പിച്ച സമുദായത്തെയും തള്ളിപ്പറയുന്ന എംബോക്കികളുടെ പേരിൽ ഈ ലീഗുകാരനെ ചേർത്ത് വെക്കാനാവില്ല എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ്. വർഗീയവാദിയാണ് അത്രേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? ലീഗുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലത്രേ. നല്ല കാര്യം, ലീഗ് നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. മന്ത്രിമാർ ലീഗുകാരായിരിക്കുന്ന കാലത്തോ അല്ലാത്തപ്പോഴോ തന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടി മലപ്പുറത്തിലെ ലീഗ് നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ നിരങ്ങിയിട്ടില്ല ജലീൽ? ലീഗിന്റെ നേതാക്കന്മാർ നിന്റെ വീട്ടിൽ വന്നിട്ടില്ല ജലീൽ? ആ വീട്ടിൽ വന്നിട്ട് നിനക്ക് വല്ല ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിളിച്ചു പറയും. അദർബസായി പോയിന്നോന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും പോയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കുഴപ്പം ഒപ്പിച്ചിട്ടില്ല. ആരെങ്കിലും വീട്ടിൽ കയറ്റിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വല്ല തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറയൂ. ആൺകുട്ടിയാണെങ്കിൽ ജലീൽ അങ്ങനെ പറയൂ. ദുരനുഭവം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ പറയണം. അതല്ലാതെ ഈ വൃത്തികേടുകൾ പറയരുത്. എത്രയോ കോടതികൾ പിന്നെയും പിന്നെയും പരിശോധിച്ച് വലിച്ചെറിഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേസ് നീ പറയുന്നത് ഊഹത്തിന്റെ പേരിലാണ്. അങ്ങനെ ഊഹത്തിന്റെ പേരിൽ പറയാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ, ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ ഞങ്ങൾ അങ്ങ് കയറൂരി വിട്ടാൽ, പിന്നെ ജലീൽ തലയിൽ മുണ്ടിട്ട് റോട്ടിൽ ഇറങ്ങേണ്ടി വരും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരുപാട് അഹങ്കാരികൾ അസ്തമിച്ചു പോയിട്ടുണ്ടോ? ഒരുപാട് അഹങ്കാരികൾ. വെള്ളത്തിലാണ് ഫിറൗനെ അല്ലാഹു മുക്കിക്കൊന്നത്. ലൂത്ത് നബിയുടെ സമുദായം പോയ വഴി അറിയോ? ഭൂമി കീഴ്മേൽ മറിഞ്ഞാണ്. ജലീൽ ഓർത്തുവെക്ക് ലൂത്ത് നബിയുടെ സമുദായം. ഞാൻ അധികം പറയണില്ല, പറയിപ്പിക്കാതിരിക്കുന്ന ജലീൽ നല്ലതാണ്. ഊഹങ്ങളുടെ പേരിലാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ചെളിവാരി അറിയാൻ വന്നാൽ അതേ കുട്ടികളെ തെരുവിലിറക്കിയിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞാൽ പിന്നെ ഈ വർത്തമാനത്തിന് നട്ടലുണ്ടാവില്ല. എല്ലില്ലെന്ന് കരുതി നാവുകൊണ്ട് എവിടെയും വളയുന്ന വൃത്തികേടുകൾ പറയരുത് ജലീൽ. മര്യാദ വേണം, മാന്യത വേണം. പച്ചപ്പതാക പിടിച്ച് നിങ്ങൾ ഈ രാജ്യത്തു നിന്നാൽ എന്താണ് നിങ്ങൾക്കുണ്ടാവുക? ലീഗിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് രാജ്യത്തിന് സമ്മാനിക്കുന്നത്? അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുതൽ അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെയുള്ള, അഹമ്മദ് സാഹിബ് വരെയുള്ള രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ അത് അനുഭവിപ്പിച്ചിട്ടാണ് കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ ഇന്നതൊക്കെ വരാൻ സാധ്യതയുണ്ട്. വന്നിട്ടില്ല, വരുമെന്ന പ്രതീക്ഷയില്ല. കോഴിക്ക് മുല വരുന്നതും കാത്തിരിക്കുന്നത് പോലെ ഇപ്പോഴും കാത്തിരിക്കുക മാത്രമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഒരതിശയവും പറഞ്ഞിട്ടില്ല. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ മഹാത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഉണ്ടാവുക? ഉണ്ടാവുന്നത് നിങ്ങളുടെ നടുപ്പുറത്തുള്ള ആൺകുട്ടികളുടെ നട്ടെല്ലാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത് മുസ്ലിം ലീഗ് പാർട്ടി. അത് നിങ്ങൾക്കുണ്ട്. ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തതെങ്കിൽ ഈ മലയാളക്കരയുടെ പരിധിക്കകത്തെങ്കിലും അത് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗിന് എതിർപ്പുകളില്ലാത്ത കാലമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാം, എതിർപ്പുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. വർത്തമാന കാലത്ത് പക്ഷേ ആ എതിർപ്പുകൾ പരിശോധിക്കുന്നവർക്ക്, ചരിത്രം അറിയുന്നവർക്കറിയാം, വർത്തമാനകാലത്ത് അങ്ങനെ എന്ത് എതിർപ്പാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മുസ്ലിം ലീഗിന് ഒരു ശുദ്ധീകരണത്തിന്റെയും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു കൂട്ടായ്മയുടെയും അതിന്റെ ശക്തിപ്പെടുത്തലിന്റെയും ഒരു സമകാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനപ്പുറത്ത് മുസ്ലിം ലീഗിന് ഒരു എതിരാളികൾ വന്നിരുന്നവരെയൊക്കെ നമുക്കറിയാം. വലിയ വലിയ ആളുകൾ, പ്രതിഭാധനന്മാർ, ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗിനെ തെറ്റിദ്ധരിച്ച കാലമുണ്ടായിരുന്നു. ആ നെഹ്റുവിന്റെ അദ്ദേഹത്തിന്റെ വിവേകവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധിഷണാവയവവും അദ്ദേഹം അടക്കം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ലീഗ് രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന വർത്തമാനകാലം. എതിരാളികൾ ഒരുപാട് വന്നു. ആ വന്ന എതിരാളികളെയും പുതിയ കാലത്തെയും നിങ്ങൾ പരിശോധിച്ചാൽ എന്തിനായിരുന്നു മുസ്ലിം ലീഗിനെ എതിർക്കാൻ വന്നവർ? അവർക്ക് പറയാനുള്ള ന്യായങ്ങളുടെ പരമാവധി ഈ നാട് കേട്ടുകഴിഞ്ഞതാണ്. ലീഗ് എന്താ ചെയ്തത്? ലീഗ് ഈ നാട്ടിലെ ജനസമൂഹത്തിന്,
കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അത് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. പുതിയ തലമുറയിലെ എൻ്റെ അനുജന്മാർ, യൂത്ത് ലീഗുകാർ അത് പരിശോധിക്കണം. ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. അതറിയണമെങ്കിൽ ഇവിടെ വേദിയിൽ പലയിടത്തും ഇരിക്കുന്ന കാരണവന്മാരുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കൂ. ഒരു രാജ്യം, ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് ഉറച്ചു പറയാൻ ഭയന്ന നാളുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു മുസ്ലിം എന്നതുകൊണ്ട്, ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് ഉറച്ചു പറയാൻ ഭയന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആ കാലത്തിലാണ് ലീഗ് തുടങ്ങുന്നത്. അന്നാണ് മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സൈക്കോളജി ലോകത്തെവിടെയായാലും, ഇന്ത്യയിൽ അത് മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം, പാകിസ്ഥാനിൽ പക്ഷേ അത് ഹിന്ദുക്കളും മറ്റു മതസ്ഥരുമാവാം, മറ്റു അറേബ്യൻ രാജ്യങ്ങളിൽ പോയാൽ മുസ്ലിങ്ങളല്ലാത്തവരാവാം, അമേരിക്കയിൽ പോയാൽ ക്രിസ്ത്യാനികളല്ലാത്തവരാവാം. ലോകത്തിന്റെ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും മൈനോറിറ്റി എന്ന് പറയുന്നത് മാനസികമായ ഒരു ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ലോകത്തിലെവിടെയും ആഭ്യന്തരമായ കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആ രാജ്യത്തിന്റെ ശത്രുക്കൾ ഉപയോഗിക്കുക ഈ മൈനോറിറ്റിയുടെ ഇൻസെക്യൂർ ആവുന്ന അവരുടെ മനസ്സിനെയാണ്, മനഃശാസ്ത്രത്തെയാണ്. അവരെ ഭയപ്പെടുത്തും. നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറയും, നിങ്ങളെ സഹായിക്കാൻ ആളില്ലെന്ന് പറയും. നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് അവനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രാരംഭ പരിപാടികൾ തുടങ്ങുമ്പോൾ ലീഗ് പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല എന്നാണ്, ഈ രാജ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗങ്ങൾ മലബാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ CH പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഇത് നിന്റെ നാടാണെന്നാണ്. 2018 ഒടുക്കത്തിൽ ഇത് നിന്റെ നാട് എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കും, പിന്നെ ആരുടേത് എന്ന് അന്നത് ചോദിക്കുമായിരുന്നില്ല. 40കളിൽ 50കളിൽ 60കളിൽ ഇത് നിന്റെ നാടാണ് എന്ന് CH പറഞ്ഞത് ഇത് എന്റെ നാടല്ല എന്ന് വിചാരിക്കുമായിരുന്ന ഒരു ജനതയോടാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ നാട്, നിന്റെ പിതാമഹന്മാർ ചോര ചിന്തി വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ഈ മണ്ണിന്റേത്, നിനക്ക് കൂടെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, കൂട്ടമായി നിൽക്കുക, ഒന്നിച്ചു ചേർന്ന് നമ്മൾ പൊരുതുക. അങ്ങനെ പൊരുതി നമ്മൾ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു ജനതയെ കൊണ്ടുവന്നു. ഈ രാജ്യത്തിന്റെ എവിടെയാണ് മുസ്ലിങ്ങളെ മാറ്റി നിർത്താനാവുക? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മറ്റു മതസ്ഥരും ഇവിടുത്തെ മുസ്ലിങ്ങളും ഒരുമിച്ചു ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന നാട്. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇവിടുത്തെ സ്കൂൾ, അതിന് രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും വിയർപ്പുണ്ട്. ഈ രാജ്യത്തെ റോഡുകളും പാലങ്ങളും, ആ റോഡുകളും പാലങ്ങളിലും നമ്മൾ എല്ലാവരുടെയും വിയർപ്പുണ്ട്. ഒരു മുസ്ലിമിനെ മാറ്റി നിർത്തി ഇത് നിന്റേതല്ല എന്ന് പറയാൻ കഴിയാത്തവണ്ണം രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ അവൻ പങ്കാളിയാണ്. എങ്ങനെയാണത് സാധ്യമായത്? രാഷ്ട്രീയമായി അവനെ ലീഗ് കൊണ്ടുവന്നു. അവനിടയിൽ അവനോട് മറ്റൊരു തരത്തിലും മാറി നിൽക്കരുതേ എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്ന് പറയുന്ന ആത്യന്തികമായ മൗലികതയുടെ കൂടെ ചേർന്നു നിൽക്കണം എന്നവനെ പഠിപ്പിച്ചു. ബിഷപ്പ് മനുഷ്യന്റേതാണ്, ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മറ്റു മതസ്ഥൻ്റെതല്ല. ബിഷപ്പ് മനുഷ്യന്റേതാണ്, അത് നീ ഏറ്റെടുക്കണം. റോഡുകൾ മനുഷ്യർക്കുള്ളതാണ്, അത് നീ ഏറ്റെടുക്കണം. സ്കൂളുകൾ മനുഷ്യർക്ക് പഠിക്കാനാണ്, അത് നീ ഏറ്റെടുക്കണം. കിണറുകൾ മനുഷ്യന് വെള്ളം കുടിക്കാനുള്ളതാണ്, അത് നീ ഏറ്റെടുക്കണം. മാനുഷികതയുടെ ഒരു അപാരമായ ചിന്താധാരയിൽ നിന്ന് അവരെ കൂട്ടിച്ചേർത്തു വെച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്നു. മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ കഴിയാത്തവണ്ണം ഇടചേർന്നു നിന്നു. ലീഗ് പഠിപ്പിച്ച ഒരു രാഷ്ട്രീയം അതായിരുന്നു. ആ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണ് ഉണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, കേരള നിയമസഭയിൽ ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന, അവർക്ക് അനുകൂലമായ, അവർ കൂടെ നിൽക്കുന്ന, അവർ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ട്, അവരവരുടെ മതപരമായ രീതികളുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ യതീംഖാനകളുമായി ബന്ധപ്പെട്ട്, മദ്രസകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയിലെ മുഴുവൻ മുസ്ലിം MLA-മാരും മത്സരിച്ച 140-ലെ കേരളത്തിൽ മത്സരിക്കുന്ന മുഴുവൻ മുസ്ലിം ജനപ്രതിനിധികളും അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളും ജയിച്ചാലും കേരള നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമോ? അവർക്ക് കേരളം ഭരിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഈ രാജ്യത്തിലെ മൈനോറിറ്റിയാണ്, നമുക്ക് ഭരിക്കാനാവില്ല. എന്നിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന നിയമങ്ങൾ നിയമസഭയുടെ അകത്ത് പാസാക്കിയെടുക്കുമ്പോ അവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമിന്റെ കൂടെ ചേർന്ന് എഴുന്നേറ്റ് നിന്ന് അവർക്ക് വോട്ട് ചെയ്താണ് അത് വിജയിപ്പിച്ചെടുക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമാണ്.
ജനാധിപത്യ പ്രക്രിയയിൽ മദീന കരാറിന് സമാനമായി നമ്മൾ ബൈഅത്ത് ചെയ്ത് ചേർന്നുണ്ടാക്കിയ ഒരു കരാർ. ആ കരാർ പരസ്പരം പാലിക്കപ്പെട്ടു, ഒരുമിച്ച് ചേർന്ന് നിന്നു. അതിന്റെ ഫലം എന്താണ്? ഇവിടെ എടുത്ത ഒരു തീരുമാനവും മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തിയെടുത്തതല്ല, നട്ടപ്പാതിരക്ക് യോഗം ചേർന്നെടുത്തതല്ല, റൂമുകളിൽ വിളക്ക് കെടുത്തിയെടുത്തതല്ല. അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പിന്നെയും പിന്നെയും കടന്നു വരുന്നവർക്ക് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. 65 കൊല്ലക്കാലത്തിനിടയില് 68 കൊല്ലത്തിനിടയില് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലെ അല്ലെങ്കിൽ ഒരു രഹസ്യ യോഗത്തിലെ 2 വരി ഒരു ടേപ്പ് റെക്കോർഡറിൽ പകർത്തിയിട്ട് ഇവർ കുഴപ്പക്കാരാണെന്ന് പറയാൻ ആർക്കും സാധിക്കാതിരിക്കുന്നത്, ആർക്കും കഴിയാതിരിക്കുന്നത്? അത്രമേൽ സുതാര്യമായാണ് ലീഗ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അത്രമേൽ സുതാര്യമാണ് ഒരു ജനതയെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് നിർത്തിയത്. അതുകൊണ്ടാണ് ലീഗിനെ തകർക്കാൻ സകലമാന ആയുധങ്ങളുമായി വരുന്നവരെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചോടിച്ചത്. ലീഗല്ല കേട്ടോ അവരെ ഓടിച്ചത്, ലീഗല്ല കേട്ടോ അവരെ എതിർത്തത്, ഈ നാട്ടിലെ ജനങ്ങളാണ്. ലീഗ് എതിർത്താൽ എത്രമേൽ സാധിക്കും ഞങ്ങൾക്ക്? മുസ്ലിം ലീഗിനെതിരെ ആരൊക്കെ വന്നു, ഏതെല്ലാം ശത്രുക്കൾ വന്നു, എന്നിട്ടും എന്തേ ജനങ്ങൾ അവരെ വിശ്വസിക്കാതെ പോകുന്നത്? ലീഗിനെതിരെ നിങ്ങൾ നിരന്തരമായി ഇവർ വർഗീയവാദികൾ, ഇവർ ഭീകരവാദികൾ, ഇവർ കുഴപ്പക്കാർ, ഇവർ മതാധിഷ്ഠിത രാഷ്ട്രീയക്കാർ എന്നൊക്കെ നിരന്തരം പ്രസംഗിച്ചിട്ടും എന്തേ സ്നേഹമുള്ളവരെ ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ അത് വിശ്വസിക്കാത്തത്? ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കാത്തത്? ഈ രാജ്യത്തിലെ മറ്റു ജനങ്ങൾ അത് വിശ്വസിക്കാത്തത്? അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെത് ഒരു വർത്തമാനമല്ല, ജീവിതമാണ്. മുസ്ലിം ലീഗിൻ്റെത് ഒരു പ്രസംഗമല്ല, അത് പ്രായോഗികതയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇഴുകിച്ചേർന്ന് മണ്ണിനോട് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് കുറച്ചാളുകൾ വന്നിട്ട് ഇപ്പം നമുക്കറിയാം മുസ്ലിം ലീഗിനെ വർഗീയവൽക്കരിക്കാനുള്ള ഭയങ്കരമായ വർഗീയവാദികളാണ്. സംഘടനാപരമായി മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനങ്ങൾ അതിനകത്ത് ആരൊക്കെയുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാരനുണ്ട്, ഏതെല്ലാം മതവിഭാഗക്കാരുണ്ട്? ഈ വേദിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈ പൊതുയോഗം നടക്കുന്ന വേദികളിൽ മുസ്ലിങ്ങൾ മാത്രമാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അല്ലാത്തവരും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങളെ അതിന്റെ പേരിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുക. ദളിത് ലീഗിലോടോ അല്ലെങ്കിൽ ദളിതുകളോടോ മുസ്ലിം ലീഗ് പാർട്ടി പ്രത്യേക തീരുമാനമെടുക്കുന്നു എന്ന് പറയുക. സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ വർഗീയവൽക്കരിച്ചു കാണിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുക. അത് പറയാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തതോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ മൂരാച്യ സംഘടനയായ സിമിയിൽ നിന്ന് ജീവിച്ച് അതിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് അവസാനം AKG സെന്ററിന്റെ ബാത്റൂം കഴുകാൻ മാത്രം വിധി കൽപ്പിക്കപ്പെട്ട ഒരുത്തൻ. അതാണ് അതിലെ സങ്കടം എന്ന് പറയുന്നത്. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. മുസ്ലിം ലീഗിനെ എതിർക്കാൻ നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ ഒരു കൊള്ളാവുന്നവനെ പറഞ്ഞു വിടണ്ടേ, അതിന് പറ്റിയവനെ പറഞ്ഞു വിടണ്ടേ? ഇത് വലിയ മരമാണ്. ഈ മരം വെട്ടാൻ 20 മൂർച്ചയുള്ള വാളുമായി വന്നിട്ടുണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അയാൾക്ക് സാധിക്കാത്തതാണ് തുരുമ്പ് പിടിച്ച ബ്ലേഡുമായി നടക്കുന്ന KT ജലീലിനെ കൊണ്ടുവന്നിട്ട് മുറിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അയാൾ പറഞ്ഞാൽ ആരാണോ വിശ്വസിക്കുക? PSMO കോളേജിന്റെ ചുമരുകളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെഴുതി വെച്ച അന്നത്തെ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുത്തനെ ആരാണോ വിശ്വസിക്കുക? ഞങ്ങൾക്കൊരിക്കലും മറച്ചു വെച്ച കഥകളില്ല കേട്ടോ. ഞങ്ങൾ ഒരു ഇരുട്ടിന്റെ മറവിലും മറച്ചു വെച്ച കഥകളില്ല. നിങ്ങൾക്കത് തെളിയിക്കാനാവില്ല, നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. കള്ളബാറോലകൾ കൊണ്ടുവന്നിട്ട് എന്നെ വർഗീയവാദിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? എന്താ സംഭവിച്ചത്? എന്താ അവസാനം സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം പറയുന്നു, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ജലീലിനെ സ്നേഹപൂർവം ഞാൻ ഈ പറയുന്ന പ്രസംഗം ഇവിടെ മൊബൈലുകളിൽ കുട്ടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതവിടെ ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജലീൽ ഇവിടെ അഭിവന്ദനായ എന്റെ നേതാവ്, നമ്മളുടെ പ്രിയങ്കരനായ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA അബ്ദുൾ റബ്ബ് സാഹിബ് ഉണ്ട്. അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോ ഞാൻ പറയുന്ന ഭാഷയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയേണ്ടി വരില്ല. കാരണം ഇത് തിരൂരങ്ങാടി മണ്ഡലമാണ്, അല്ലെങ്കിൽ മലപ്പുറം മണ്ഡലമാണ്, കൊണ്ടോട്ടി മണ്ഡലമാണ്. അവിടെ ഒരു പക്ഷേ പറയേണ്ടി വരില്ല. പക്ഷെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ട്രഷററും സെക്രട്ടറിയും പ്രസിഡന്റുമായി ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാൾ എന്ന നിലക്ക് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ നിലപാട് പറയേണ്ടി വരും. കാരണം ജയിക്കാൻ 10,000 വോട്ടുള്ള മണ്ഡലത്തിലല്ല, 10 വോട്ടിനെങ്കിലും ജയിച്ചു കയറാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ പറയുമ്പോഴാണ് അതിന് സത്യസന്ധത ഉണ്ടാവുക, അതിന് നേരുണ്ടാവുക. അബ്ദുൾ റബ്ബ് സാഹിബ് അത് പറയേണ്ട കാര്യമുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് അഭിവന്ദനായ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സമ്മതത്തോടെയാണ്, അവര് പറഞ്ഞിട്ടാണ്. കാരണം അത് പറയുന്ന മണ്ഡലത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ ജലീലിനോട് പറയുന്നു, മത്സരമൊക്കെ കഴിഞ്ഞല്ലോ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട്, പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
ഞാൻ വെല്ലുവിളിക്കുന്നു. അത് കഴിഞ്ഞ ജലീൽ അതിൽ മത്സരിക്കുമോ, അതല്ല അത് കഴിഞ്ഞ അസംബ്ലിയിൽ മത്സരിക്കുമോ, എവിടെ മത്സരിച്ചാലും ഞാൻ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗവേദിയിൽ SDPIയുടെ വോട്ട് വേണ്ട, PDPയുടെ വോട്ട് വേണ്ട, ജമാഅത്തിന്റെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ നിന്റെ നടുപ്പുറത്ത് നട്ടലുള്ള കാലത്ത് വന്നിട്ട് ലീഗിനെ വെല്ലുവിളിക്ക്. ഞാനത് പറയും. ഞാൻ പറഞ്ഞത് 10 വോട്ടിനും ജയിക്കാൻ ഇടയില്ലാത്ത സ്ഥലത്താണ്. അത് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്. അത് പറയാനുള്ള ധൈര്യം എന്താണെന്ന് അറിയുമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം MLA ആവുകയാണ് എന്ന് ധരിക്കാത്തത് കൊണ്ടാണ്. അതല്ല ലീഗിന്റെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10,000 വരുന്ന കുട്ടികളെ, യൂത്ത് ലീഗുകാരെ കാണുന്നില്ലേ? അവരുടെ സ്വപ്നം എന്താണെന്ന് ജലീൽ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അവരുടെ ആഗ്രഹം എന്താണ്? തന്റെ വണ്ടിയുടെ മുമ്പിൽ പോകുന്ന 2 പൈലറ്റ് വാഹനവും പിറകിൽ വരുന്ന എസ്കോർട്ട് വാഹനവും അതാണ് ജീവിതമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ അവസാനം മയ്യത്തുകട്ടിലിൽ പോകുമ്പോ മുമ്പിൽ നടക്കുന്നവർ, പിറകിൽ നടക്കുന്നവർ, അവർ ചൊല്ലുന്ന ദിക്റുകൾ, അപ്പോൾ പുതപ്പിക്കുന്ന പച്ചപ്പതാകയാണ് ഞങ്ങൾക്ക് വലുതെന്ന് കരുതുന്ന 10,000 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബലം. ആരെങ്കിലും കൊടുക്കുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി പിറന്ന സംഘടനയെയും ജീവിപ്പിച്ച സമുദായത്തെയും തള്ളിപ്പറയുന്ന എംബോക്കികളുടെ പേരിൽ ഈ ലീഗുകാരനെ ചേർത്തു വെക്കാനാവില്ല എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ്. വർഗീയവാദിയാണത്രേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? ലീഗുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലത്രേ. നല്ല കാര്യം. ലീഗ് നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. മന്ത്രിമാർ ലീഗുകാരായിരിക്കുന്ന കാലത്തോ അല്ലാത്തപ്പോഴോ തന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടി മലപ്പുറത്തിലെ ലീഗ് നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ നിരങ്ങിയിട്ടില്ല ജലീൽ? ലീഗിന്റെ നേതാക്കന്മാർ നിന്റെ വീട്ടിൽ വന്നിട്ടില്ല ജലീൽ? ആ വീട്ടിൽ വന്നിട്ട് നിനക്ക് വല്ല ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിളിച്ചു പറയും. അദർബസായി പോയിനോന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പോയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കുഴപ്പം ഒപ്പിച്ചിട്ടില്ല. ആരെങ്കിലും വീട്ടിൽ കയറ്റിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വല്ല തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറയൂ. ആൺകുട്ടിയാണെങ്കിൽ ജലീൽ അങ്ങനെ പറയൂ. ദുരനുഭവം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ പറയണം. അതല്ലാതെ ഈ വൃത്തികേടുകൾ പറയരുത്. എത്രയോ കോടതികൾ പിന്നെയും പരിശോധിച്ച് വലിച്ചെറിഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേസ് നീ പറയുന്നത് ഊഹത്തിന്റെ പേരിലാണ്. അങ്ങനെ ഊഹത്തിന്റെ പേരിൽ പറയാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ, ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ ഞങ്ങൾ അങ്ങ് കയറൂരി വിട്ടാൽ, പിന്നെ ജലീൽ തലയിൽ മുണ്ടിട്ട് റോട്ടിൽ ഇറങ്ങേണ്ടി വരും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരുപാട് അഹങ്കാരികൾ അസ്തമിച്ചു പോയിട്ടുണ്ടോ? ഒരുപാട് അഹങ്കാരികൾ. വെള്ളത്തിലാണ് ഫിറൗനെ അള്ളാഹു മുക്കിക്കൊന്നത്. ലൂത്ത് നബിയുടെ സമുദായം പോയ വഴി അറിയോ? ഭൂമി കീഴ്മേൽ മറിഞ്ഞാണ്. ജലീൽ ഓർത്തുവെക്ക് ലൂത്ത് നബിയുടെ സമുദായം. ഞാൻ അധികം പറയണില്ല, പറയിപ്പിക്കാതിരിക്കുന്ന ജലീൽ നല്ലതാണ്. ഊഹങ്ങളുടെ പേരിലാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ചെളിവാരി അറിയാൻ വന്നാൽ, അതേ കുട്ടികളെ തെരുവിലിറക്കിയിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞാൽ പിന്നെ ഈ വർത്തമാനത്തിന് നട്ടലുണ്ടാവില്ല. എല്ലില്ലെന്ന് കരുതി നാവുകൊണ്ട് എവിടെയും വളയുന്ന വൃത്തികേടുകൾ പറയരുത് ജലീൽ. മര്യാദ വേണം, മാന്യത വേണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാം എന്ന് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. ലീഗ് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്താ പറയണത്? ആലി മുസ്ലിയാർ ലീഗിന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നാണ് ഭയങ്കര ലീഗുകാർ. ഏതായാലും ആലി മുസ്ലിയാർ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പിന്നെ ആരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാത്ത? ലവക്കുട്ടി എടുത്തിട്ടില്ല, ചേവക്കുട്ടി എടുത്തിട്ടില്ല. ജലീലെ, നീ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. തൽക്കാലം വിളിച്ചു പറയാൻ ഒരു പാർട്ടി ഉണ്ടാവുക, ചെന്നു കയറാൻ ഒരു തറവാടുണ്ടാവുക. ആരാന്റെ ആഫീസിൽ അവന്റെ ചെരുപ്പ് കഴുകി കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു പാർട്ടി ഉണ്ടാക്ക്. അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കണത്, CPM-കാർ മുമ്പിലിരുന്ന് കൈ കടിക്കുമ്പോ ഓർത്തിട്ടുണ്ടോ ഇവനിൽ CPM-ന്റെ മെമ്പർഷിപ്പ് ഇല്ല? എന്താ എടുക്കാത്തത് ചോദിക്ക. എന്താ എടുക്കാൻ? മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെ കണക്കെടുക്കുന്നതിന് മുമ്പ് CPM-നെങ്കിലും പോയി മെമ്പർഷിപ്പ് എടുക്ക്. എന്താ എടുക്കാത്തത്? കൊടുക്കാത്തത് കൊണ്ടാണോ? എടുത്താൽ പാർട്ടി പ്രവർത്തകനാവും. അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അടുക്കള പണി വരെ പാർട്ടി ഓഫീസിൽ എടുപ്പിക്കാം. അതിന് പറ്റിയ ഒരു തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആലി മുസ്ലിയാർക്ക് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ? അന്നിങ്ങനെ തിരൂരങ്ങാടി കമ്മിറ്റി ആലി മുസ്ലിയാരെ ബാക്കിലെടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ഏത് കാലത്താണോ? എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമാനമുണ്ട്, ഒരു അന്തസ്സുണ്ട്, രാഷ്ട്രീയത്തിന്റെ ഒരു നന്മയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മിനിഞ്ഞാന്ന് ഇവിടെ ഞാൻ ചെറുപ്പക്കാർക്ക് അവാർഡുകൾ കൈമാറി. മുസ്ലിം യൂത്ത് ലീഗ് ഒരു ജാഥ സമാപിച്ചു തിരുവനന്തപുരത്ത്. കാസർഗോഡ് നിന്ന് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അത് നയിച്ചു.
ആരാ ചെറുപ്പക്കാരൻ? മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്ന ഒരു വലിയ നേതാവ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം പഠിച്ച വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഏത് യുവജന പ്രസ്ഥാനത്തിനാണ് അതുപോലെ ക്വാളിഫൈഡ് ആയ ഒരു ചെറുപ്പക്കാരൻ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പറയുമോ? നിങ്ങളുടെ റഹീമില്ലേ ഡിവൈഎഫ്ഐക്കാരാ? വൈകുന്നേരം വേറെ ചില ആളുകൾ പൗഡർ ഇട്ട് ഇറങ്ങുന്ന പോലെ വൈകുന്നേരമായാൽ പൗഡറും ഇട്ട് TV ചാനലിന്റെ മുറിയിലിരുന്നിട്ട് വാചോടാപം നടത്തുന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു തെരുവിൽ ചെറുപ്പക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ വരാത്ത നിന്റെ റഹീമിനെ പോലെയുള്ള നേതാക്കന്മാരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ. അവർ ഈ രാജ്യത്തിന്റെ തെരുവുകളിലുണ്ട്. നിങ്ങൾ ഇവിടെ മതില് കെട്ടി മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്നേഹത്തിന്റെ പാലമുണ്ടാക്കിയാണ് ആ ചെറുപ്പക്കാരൻ കടന്നുപോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് തിരിച്ചറിയണം. ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുള്ളവർ, ലീഗിൽ നിൽക്കുന്നവർ, ലീഗിലെ ചെറുപ്പക്കാർ, അവർക്കൊക്കെയും ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ബോധമുള്ള, അവബോധമുള്ള, ധാരണകളുള്ള ചെറുപ്പക്കാരാണ്. അവരാ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു നെറികേടിനും ബദൽ നെറികേട് കൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ പരിഹാരങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ, യൂത്ത് ലീഗിന്റെ ജാഥയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ രാജ്യത്തുണ്ടാക്കി വെക്കുന്ന ചില ശീലങ്ങളുണ്ട്. നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരാണ്. ഒരിടത്തും നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കരുത്. ഇത് പച്ചക്കോട്ട എന്ന് എഴുതി വെക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, മുസ്ലിം ലീഗിന്റെ ഒരു ജനാധിപത്യ രീതികൾ അങ്ങനെയല്ല. നേതാക്കന്മാർ പഠിപ്പിക്കുന്ന രീതികളും അങ്ങനെയല്ല. മുസ്ലിം ലീഗിന് ഒരു രീതിയുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന നെറികേടുകൾക്ക് ബദലുണ്ടാക്കലല്ല. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതേപോലെ ചെയ്യലല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ. എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ ഇവിടെ നിൽക്കുമ്പോ, താബിയാജിക്ക് അടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ എന്തെല്ലാം സഹായങ്ങൾ നേരത്തെ മുസ്തഫ പറയുന്നുണ്ടായിരുന്നു. അത് ഇത് UAE-യുടെ KMCC-യുടെ നേതാവ് ഇവിടെ അൻവർ സാഹിബ് ഉണ്ട്, തങ്ങളുണ്ട്, ഖത്തർ KMCC-യുടെ കൂടെ നിന്നിരുന്ന അവരൊക്കെ തന്നെ ഞാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തും, ഏതെല്ലാം സേവന പ്രവർത്തനങ്ങൾ, എത്ര പേരെ സഹായിക്കാൻ, എത്ര വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ. മുസ്ലിം ലീഗ് ഒരു പേരല്ല സ്നേഹമുള്ളവരെ, ഒരു പ്രസ്ഥാനവുമല്ല, ഒരു ആശയമാണ്. അതൊരാശയമാണ്. അത് ആഫീസിനകത്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് കൊടികെട്ടിയ കാറുകളിൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ലെഫ്റ്റും റൈറ്റും അടിച്ച് നിങ്ങൾ ധരിക്കുന്ന വൈറ്റ് കാർഡിന്റെ വേഷത്തിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരാശയമാണ്. ആ ആശയം പരത്തി വെച്ച ഒരു പ്രഭയുണ്ട് ഈ രാജ്യത്ത്. പാവപ്പെട്ടവന്, ബുദ്ധിമുട്ടുന്നവന്, കഷ്ടപ്പെടുന്നവന്, ദാരിദ്ര്യം അനുഭവിക്കുന്നവന് ചെന്ന് ചോദിക്കാൻ, കയറിയിരിക്കാൻ ഞങ്ങൾക്കൊരാശയമുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഒരു വിധവ, അവർക്ക് വല്ലാത്ത കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, രോഗമുണ്ട്. അവർ ഫോം പൂരിപ്പിക്കാൻ, ഒരു വിധവാ പെൻഷൻ കിട്ടാൻ അവർ ഫോം എടുക്കും, വായിച്ചു നോക്കും. വായിക്കുമ്പോ ഓരോന്ന് പൂരിപ്പിച്ച് വരുമ്പോ താഴെ മക്കൾ 2 പേരുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്, വയസ്സ് 22 കഴിഞ്ഞു. പിന്നെ അവർക്ക് വിധവാ പെൻഷൻ ഇല്ല, സഹായമില്ല. ഒരുപക്ഷെ ആ അമ്മ ബുദ്ധിമുട്ടുന്നത് ആ ചെറിയ കുട്ടി, ആ 22 വയസ്സുള്ള പയ്യനെ കൊണ്ടായിരിക്കാം. അമ്മയെ തിരിഞ്ഞു നോക്കാതെ അമ്മയെ ഉപദ്രവിക്കുന്നവൻ. പക്ഷെ അത് നോക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയില്ല. ഒരു നോംസ് വെക്കുമ്പോൾ അത് അങ്ങനെ പറയാനാവില്ല. അവർ നിരാശരായി മടങ്ങുമ്പോ ആരാണ് അവരെ നോക്കുക? ആരാണ് അവർക്ക് പ്രതീക്ഷയുണ്ടാവുക? പോകുന്ന വഴിയിൽ അവരുടെ മനസ്സിൽ കുളിരു കോരിയിടുന്നത് പോലെ ഒരു പച്ച പതാകയുണ്ടാകും. അവിടെ അവർക്കൊരു ആഫീസ് ഉണ്ടാകും. അവർക്ക് കയറി പറയാൻ KMCC-യോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോട്. അങ്ങനെ എത്ര പേര് ഈ മാനദണ്ഡങ്ങളുടെ അതിരുകൾ മാറ്റി നിർത്തുന്ന എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഇതൊരാശയമാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും. ഇന്ത്യയിൽ ഇന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കി, ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയായി ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ബുലന്ദ്-ഷഹർ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ കേട്ടു, ഒരു പോലീസുകാരൻ അവിടെ പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണത്തിനിടയിൽ ആ ചെറുപ്പക്കാരൻ, ഒരു പോലീസുകാരൻ മരിച്ചുപോയി. അങ്ങനെ പോലീസുകാരൻ മരിച്ചുപോയപ്പോ അത് കണ്ട്, അല്ലെങ്കിൽ അത് അറിഞ്ഞ നസറുദ്ദീൻ ഷാ, ഇന്ത്യയിലെ പ്രഗത്ഭനായ കലാകാരൻ നസറുദ്ദീൻ ഷാ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഭയമാണ്, ഇപ്പോൾ എനിക്ക് ഭയമാണ്. എന്റെ മക്കളെങ്ങാനും നാളെ ഒരാൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് നീ ആര് എന്ന് ചോദിച്ചാൽ ഞാനൊരു മുസ്ലിം എന്നവൻ പറയുമ്പോൾ അവൻ എന്താണ് അഭിമുഖീകരിക്കേണ്ടി വരിക? എനിക്ക് ഭയമാകുന്നു ഈ രാജ്യത്ത് ജീവിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ആ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, അവിടെ നിന്ന് അദ്ദേഹം ഇമ്രാൻ ഖാൻ,
പഴയ ക്രിക്കറ്റ് പ്ലെയർ, ഇന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മോദിക്ക് മാതൃക കാണിക്കുകയാണ്. ഇമ്രാൻഖാൻ അദ്ദേഹം പറഞ്ഞത് നസറുദ്ദീൻ ഷായുടെ വാക്കുകൾക്ക് മറുപടിയായി പറഞ്ഞു, മൈനോറിറ്റിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ മോദിയെ പഠിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ സമയം നസറുദ്ദീൻ ഷായുടെ ഒരു മറുപടി ഉണ്ട്, എന്റെ സിരകളിൽ ആവേശമുണ്ടാക്കിയ ഒരു മറുപടി. അത് കേരളത്തിൽ നിന്ന് വന്നാൽ എനിക്കത് ആവേശമാകുമായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയിലെ പ്രതിഭാധനനായ കലാകാരൻ അദ്ദേഹം പറഞ്ഞു ഇമ്രാൻഖാനോട്, മിസ്റ്റർ പ്രധാനമന്ത്രി, പാക് പ്രധാനമന്ത്രി, താങ്കൾ അവിടുത്തെ മൈനോറിറ്റിയെ നോക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞാൻ പറയുന്നത്, ആ വാക്കുകൾ പറഞ്ഞ ഉടനെ മുഹമ്മദ് കൈഫ്, ഇന്ത്യയുടെ പ്രതിഭാധനനായ ക്രിക്കറ്റ് പ്ലെയർ, പഴയ പ്ലെയർ മുഹമ്മദ് കൈഫ്, അദ്ദേഹം കുറച്ചുകൂടെ കടത്തി പറഞ്ഞു ഇമ്രാൻഖാനോട്, ഇമ്രാൻഖാൻ, താങ്കൾ ഇന്ത്യയിലേക്ക് വരണ്ട, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. 940കളിൽ പാകിസ്ഥാൻ പിറക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന മൈനോറിറ്റി 18%. എന്നാൽ മിസ്റ്റർ ഇമ്രാൻഖാൻ, ഇന്ന് അവിടുത്തെ മൈനോറിറ്റി 2%. അതുകൊണ്ട് പാകിസ്ഥാനിലെ മൈനോറിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, ഇന്ത്യയുടെ കാര്യം നിങ്ങൾ പറയേണ്ടതില്ല. ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 948ൽ നമുക്കറിയാം പാക്കിനോട് പറഞ്ഞ മറുപടി. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് പറഞ്ഞ മറുപടി ഇന്ത്യയിലെ പ്രതിഭാധനന്മാരായ, രാജ്യത്തിലെ പ്രതിഭാധനന്മാരായ കലാകാരന്മാർ, കായിക താരങ്ങൾ, ഇന്ത്യയിലെ സമുന്നതരായ ആളുകൾ അവരിന്ന് ആവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ എന്തായിരുന്നു അതിന്റെ അന്തസ്സെന്ന്, എന്തായിരുന്നു അതിന്റെ അഭിമാനമെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, 947ൽ ഇന്ത്യ പിറക്കുമ്പോ, ഇന്ത്യ ഉണ്ടാവുമ്പോ ലോകത്തൊരു ഇസ്ലാമിന്റെ പേരിലാണ് ഒരു രാഷ്ട്രമുണ്ടായത്, മുസ്ലിങ്ങളുടെ പേരിലാണ് ഒരു രാഷ്ട്രമുണ്ടായത്, പാകിസ്ഥാൻ. പിന്നെയും കുറെ കാലങ്ങൾ കഴിഞ്ഞു, ആ പാകിസ്ഥാൻ പിന്നെയും പിളർന്നു, അത് ബംഗ്ലാദേശായി. അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 രാജ്യങ്ങൾ ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. പക്ഷെ അഭിമാനത്തോടെ നെഞ്ചത്തു കൈവച്ച് ഞങ്ങൾ പറയും, ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയുണ്ട്, ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിലുണ്ട്. ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ വളർത്തിയെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന രീതിയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ മീമാംസയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് നിർവഹിച്ച ഉത്തരവാദിത്തം ഒരുപക്ഷെ ലോകം ഏറ്റെടുക്കുകയാണ്, ഇന്ത്യ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ കഴിയുന്ന വിധത്തിലേക്ക് ഇപ്പോൾ എന്താണ് രാജസ്ഥാനിൽ നിന്ന്, അവിടെ നിന്ന് സച്ചിൻ പൈലറ്റ്, എത്ര മനോഹരമായ ഒരു വാക്ക്, എന്തൊരാശ്വാസകരമാണ്. ജനാധിപത്യത്തിന്റെ ചേരികൾ അധികാരത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷയെ കൂടുതൽ നിറം കൊടുക്കുന്ന വാർത്തകൾ. എന്താ സച്ചിൻ പൈലറ്റ് പറഞ്ഞത്? ഇനി എങ്ങാനും പശുവിന്റെ പേരിൽ, ആൾക്കൂട്ടത്തിന്റെ പേരിൽ ആക്രമണം നടത്തിയാൽ പിന്നെ പകൽ വെളിച്ചം കാണില്ല. നിങ്ങൾ ഓർത്തു നോക്കണം. ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആ ചെറുപ്പക്കാരനെ, ഇന്ത്യയുടെ പ്രതീക്ഷയായി വളർന്നു വരുന്ന ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ മാറ്റത്തെ. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതാരാണ് പറയുന്നത്? നിങ്ങൾ വെളിച്ചം കാണില്ല പശുവിന്റെ പേരിൽ ഇനിയും മുന്നോട്ട് വന്നാൽ. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരുപാട് പ്രതീക്ഷകൾ വളർന്നു വരികയാണ്. ചെറിയ ചെറിയ അപശബ്ദങ്ങളെ മറന്നേക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ഒരുപക്ഷെ ഇന്ത്യ തിരിച്ചു വരികയാണ്. 2018 അതിന്റെ തുടക്കം മുതൽ ഒടുക്കമെത്തുന്നവരെ, 2017ന്റെ ഒടുക്കത്തിൽ അത് തുടങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ്. പലരും അത് വേണ്ട പോലെ അറിഞ്ഞില്ല. ഗുജറാത്തിൽ കെടാകെട പോലെ നിന്നു കോൺഗ്രസ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ BJP പരിഭ്രാന്തരാക്കി. പക്ഷെ കോൺഗ്രസിനെ അന്ന് ആരും അത്രമേൽ സഹായിച്ചില്ല. എന്നാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി. അത് കഴിഞ്ഞ് കർണാടകയിൽ കോൺഗ്രസ് മനോഹരമായി അതിന്റെ ജനാധിപത്യ ബോധത്തെ ഉയർത്തിപ്പിടിച്ചു തിരിച്ചു വന്നു. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഹിന്ദി ബെൽറ്റുകൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതിശക്തമായി കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾ പ്രയോഗിക്കുന്ന തന്ത്രം എന്താണ് CPM-കാരാ? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നത് ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണെന്നാണ്, BJP വിരുദ്ധരാണെന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമ്പോ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങളുടെ നേതാവ് പ്രകാശ് കാരാട്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ, കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോവുകയാണ്. കാര്യം എന്താണെന്ന് അറിയുമോ? രസകരമാണ് കാര്യം. രാഹുൽ ഗാന്ധി അദ്ദേഹം മാനസ സരോവറിൽ ചെന്നു. അവിടെ ശിവപ്രതിഷ്ഠയുണ്ട്. മാനസ സരോവറിന്റെ ആ മുകളിൽ കയറി
അവർ വിശ്വാസികളാവുന്നത്, അവർ ശിവഭക്തരാവുന്നത്, അവർ ശബരിമലയിൽ പോകുന്നത് ആർക്ക് ഭയമുണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹൈന്ദവതയെ ഞങ്ങൾ ആരും ഭയപ്പെടുന്നില്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് മതവുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, ഹിന്ദു വിശ്വാസത്തിനനുസരിച്ച് ഒരാൾ ജീവിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാവുക, എങ്ങനെയാണ് ഭീകരതയാവുക? ഹൈന്ദവത എന്ന് പറയുന്നതും ഹിന്ദുത്വ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്, അത് മതമല്ല, അത് കൾച്ചറല്ല. അത് കൃത്യമായി 1920കളിൽ സവർക്കർ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയമാണ്. മോദിയുടെ രാഷ്ട്രീയമാണ്, അദ്വാനിയുടെ രാഷ്ട്രീയമാണ്, ഉമാഭാരതിയുടെ രാഷ്ട്രീയമാണ്, അമിത്ഷായുടെ രാഷ്ട്രീയമാണ്. എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹമോ അവർ വിശ്വാസികളാണ്, അവർ ഹിന്ദുക്കളാണ്. അവർ ശിവഭക്തരായാൽ, അവർ ഗണപതി ഭക്തരായാൽ, അവർ അയ്യപ്പ ഭക്തരായാൽ ആർക്കാണ് ഭയമുള്ളത്? അങ്ങനെ വിശ്വാസികളാവുന്നു രാഹുലെങ്കിൽ അതിൽ ആർക്കാണ് പ്രയാസമുള്ളത്? നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇതിനെ ഭയപ്പെടുന്നു എന്ന് പറയാനാണ്. ഇത് അപകടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ. നിങ്ങൾ ചെയ്യുന്നത് അപകടകരമായ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് തകരലാണ്. എന്നാൽ കോൺഗ്രസിന് ബദലുണ്ടോ? ഒരു ബദലുമില്ല. മധ്യപ്രദേശിൽ ഇപ്പോൾ കമൽനാഥ് വന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ വന്നു. രണ്ടുപേരും വന്നപ്പോ നിങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ്? സിഖു കലാപത്തിലെ പങ്കാളിയാണ് കമൽനാഥ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ പുതിയ പ്രതീക്ഷ വരികയാണ്. നമ്മളൊക്കെ സന്തോഷത്തിലാണ്. രാജ്യത്ത് ഇതാ ഫാഷിസം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആഹ്ലാദിക്കുകയാണ്. അപ്പോഴോ അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് തിരിച്ചു വരുമ്പോ നിങ്ങൾ പഴയ കളികൾ മറക്കാതെ കളിക്കുകയാണ്. എങ്ങനെയാണോ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്യാൻ നിങ്ങൾ BJPക്ക് കൂട്ടുനിന്നത്, അതേ പല്ലവികൾ നിങ്ങൾ ആവർത്തിക്കുകയാണ്. മധ്യപ്രദേശിലെ കമൽനാഥ്, അയാൾ എങ്ങനെയാണ് സിഖ് കലാപത്തിൽ പങ്കാളിയായത്? ആരുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെ കൂടെ ചേർക്കാനാണ് നിങ്ങൾ ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യം തകരുകയാണ് CPM-കാർ. നിങ്ങൾക്ക് എന്തായാലും വലിയ സേവനങ്ങളൊന്നും ചെയ്യാനാവില്ല. ചെറിയ പാർട്ടിയാണ്. നിങ്ങളും ഞങ്ങളൊക്കെ ഏകദേശം ഒരേ വലിപ്പമുള്ള പാർട്ടികളാണ്. പണ്ടൊക്കെ ബടായി പറയാൻ നിങ്ങൾക്ക് ത്രിപുരയും ബംഗാളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരുമിച്ചാണ്. മീശമാധവ് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മറ്റോ താഴെ ഇറങ്ങി വന്നപ്പം ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നീ എന്നെ ഭൂമിയിൽ കിട്ടാൻ വേണ്ടി ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നത് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഞങ്ങളപ്പോൾ നേർക്ക് നേരെ ഒന്നടിച്ചാൽ മുഖത്ത് കൊള്ളാവുന്ന ദൂരത്തിലാണ് നിൽക്കുന്നത്. ഭൂമിയിലാണ്, ആകാശത്തൊന്നുമല്ല. ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ പാർട്ടിയാണ് നിങ്ങളും നമ്മളും ഒക്കെ. നമുക്ക് ചെയ്യാവുന്ന ചില സേവനങ്ങളുണ്ട് രാജ്യത്ത്, അത് ചെയ്യാൻ ശ്രമിക്കണ്ടേ? എവിടേക്കാ നാട് പോണത്? ഇപ്പൊ നമ്മൾ പറയുന്നു കോൺഗ്രസ് തിരിച്ചു വരികയാണ്. കോൺഗ്രസിന് തിരിച്ചു വന്നാൽ വരുമ്പോഴേക്കും നന്നാക്കാവുന്ന കൊല്ലത്തിലാണോ ഇന്ത്യ ഉള്ളത്? ഇന്ത്യയുടെ അകക്കാമ്പ് ദുർബലമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്, മൻമോഹൻ സിംഗിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞത്, എനിക്ക് പറയാൻ ഭയമുണ്ട്, എന്റെ വാക്കുകൾ സൂക്ഷിച്ചേ പറയേണ്ടതുള്ളൂ, ഞാൻ പറയാം. പറഞ്ഞില്ല. റിസർവ് ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോയ ഗവർണർമാർ അവര് പറഞ്ഞത് ഇത് ചെറിയ പ്രശ്നമല്ലെന്നാണ്. നിങ്ങൾ സൂക്ഷിക്കണം. നമ്മളെല്ലാവരും ഭയപ്പെടണം. ഒരു രാജ്യത്തിന്റെ നാണയത്തിന്റെ മൂല്യം ഇടിഞ്ഞു പോയാൽ അത് തിരിച്ചു പിടിക്കുക പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. ദുബൈയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റൂബിൾ വിലയിടിഞ്ഞു, റഷ്യ തകർന്നു. റഷ്യ തകർന്നപ്പോഴോ ചെറുപ്പക്കാരികളായ കുട്ടികൾ ദുബൈയിലെ തെരുവുകൾ മലയാളികളുടെ കൈ പിടിച്ചു വലിക്കുന്ന നട്ടപ്പാതിരകൾ മറന്നിട്ടുണ്ടോ? ദുബൈ അവിടുത്തെ തെരുവുകൾ മുഴുവൻ വേശ്യാവൃത്തിക്ക് വേണ്ടി ലോഡുകണക്കിന് സകലമാന വിമാനങ്ങളിലും വന്നിറങ്ങിയ റഷ്യയിലെ ചെറുപ്പക്കാരികളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അർജന്റീന തകർന്നു പോയല്ലോ, തിരിച്ചു വന്നു അർജന്റീന. അവർ വവ്വാലിനെയും എലിയും പിടിച്ച് ജീവിക്കുകയാണ്, തിന്നു ജീവിക്കുകയാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. എവിടെയാണ്? ഏതു നാട്ടിനാണ്? സാമ്പത്തികമായി തകർന്നു പോയ ഇറാൻ തിരിച്ചു വന്നോ? ആഫ്രിക്കൻ രാജ്യങ്ങൾ തിരിച്ചു വന്നോ? അങ്ങനെയല്ലേ നമ്മുടെ നാടും സംഭവിച്ചത്. ഡിമോണിറ്ററൈസേഷൻ 1000 രൂപ 2000 ആവുകയല്ല. അതിന് വലിയ കാര്യമുണ്ട്. ഞാൻ വലിയ സാമ്പത്തിക വൈദഗ്ധ്യമൊന്നും പറയണില്ല, ഞാൻ പലയിടത്തും പറയാറുണ്ട്. നിങ്ങൾക്ക് കൂടെ ബോധ്യമാകാൻ ഞാൻ പറയാം. ഇതൊരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി വന്നിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വിദേശ രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അളവുകോൽ എന്താണ്? പ്രത്യക്ഷത്തിൽ ആ നാട്ടിലെ നോട്ടാണ്. ആ നോട്ടിന് മുകളിലുള്ള അക്കമാണ് ആ രാജ്യം ഭദ്രമാണോ അല്ലയോ എന്ന പ്രാഥമികമായ തെളിവ്. ഉദാഹരണം ഞാൻ പറയാം. ബഹ്റൈൻ സമ്പന്നമായ രാജ്യമാണ്. ബഹ്റൈനിലെ ഏറ്റവും വലിയ നോട്ട് 20 നോട്ടാണ്. കുവൈത്ത് സമ്പന്നമായ രാജ്യമാണ്. ഏറ്റവും വലിയ നോട്ട് 20 നോട്ടാണ്. സൗദി സമ്പന്നമായ രാജ്യമാണ്.
ഏറ്റവും വലിയ നോട്ട് 500 നോട്ടാണ്. ഖത്തർ സമ്പന്നമായ രാജ്യമാണ്, 500 നോട്ടാണ്. മസ്കറ്റ് സമ്പന്നമായ രാജ്യമാണ്, 50 നോട്ടാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിനിമയം നടക്കുന്നത് ഡോളറാണ്, 100 നോട്ടാണ്, $200 ഇല്ല. ലോകത്തിൽ വലിയ സാമ്പത്തിക വിനിമയം നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നോട്ട് യൂറോ ഏറ്റവും വലുത് 500 ലണ്ടനിലെ പൗണ്ട് 500 സമ്പന്ന രാജ്യങ്ങളുടെ മുഴുവൻ നോട്ടിലും 0 കുറവാണ്. എന്നാൽ ദുർബല രാജ്യങ്ങളെടുക്ക്, ഇറാൻ 10 ലക്ഷത്തിന്റെ നോട്ടാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 3 ലക്ഷം 4 ലക്ഷം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്തോനേഷ്യയിൽ പോയപ്പോൾ ജക്കാർത്തയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ 4 പേര് ചായ കുടിച്ചു. ബില്ല് വന്നു 2.5 ലക്ഷം രൂപ. നമ്മൾ ബേജാറായി പോയി. ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല, ഇംഗ്ലീഷ് ഒന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ കാൽക്കുലേറ്ററിൽ 4 ലക്ഷം അടിക്കും, 2.5 ലക്ഷം അടിക്കും. ഞാൻ 0 3 പൊട്ടും, പിന്നെ ഓല അടിക്കും. ഒരു രക്ഷയില്ല. അവസാനം ഞാൻ നിവൃത്തി കെട്ട് ATM പോയിട്ട് അവിടുത്തെ 2.5 ലക്ഷം രൂപ എടുത്തു. നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ 1250 രൂപയാണ് ഒരു 4 ലക്ഷം എന്ന് പറഞ്ഞത്, 2.5 ലക്ഷം എന്ന് പറഞ്ഞത്. വെച്ചാൽ നമ്മുടെ നാട്ടിലെ 1 ലക്ഷം 500 രൂപ ഇന്തോനേഷ്യയിലെ 1 ലക്ഷം രൂപയാണ്. ദുബൈയിലെ ഏറ്റവും വലിയ നോട്ട് 1000 അതിന് സമാനമായ സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്നു ഇന്ത്യക്ക്. ആ സമയത്താണ് ഈ പൊട്ടം കൊണ്ടുപോയി 1000 2000 ആക്കുന്നത്. ആരെങ്കിലും ചെയ്യോ അങ്ങനെ ഒരു കാര്യം? അതിന്റെ ഫലം എന്താണ്? തിരിച്ചു വരിക പ്രയാസമുള്ള കാര്യമാണ്. എന്തെല്ലാം അസംബന്ധങ്ങളാണ് ചെയ്തു വെച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈകാരികത കൊണ്ട് നിങ്ങൾക്ക് ഭരണത്തിലെത്താം, ഭരണം പിടിക്കാം, വൈകാരികത കൊണ്ട് ഭരിക്കാനാവില്ല. അതാണ് ട്രെൻഡ് തെളിയിക്കുന്നത്, അതാണ് ട്രംപ് തെളിയിക്കുന്നത്, അതാണ് മോഡി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് പിണറായി വിജയൻ പണ്ടേ തെളിയിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് വൈകാരികതയുണ്ട്, രാജ്യം ഭരിക്കാനാവില്ല. രാജ്യം ഭരിക്കാൻ വിവേകമുണ്ടാവണം, രാജ്യം ഭരിക്കാൻ പക്വതയുണ്ടാവണം, ഭാഗതയുണ്ടാവണം, ക്ഷമയുണ്ടാവണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഇന്നല്ല നാളേക്കുമപ്പുറം നോക്കാനുള്ള ദീർഘവീക്ഷണം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ എത്തിയത്. എവിടുന്ന ഇന്ത്യ വന്നത്? ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഓർത്തു നോക്ക്. നമ്മുടെ നാട് ചിലപ്പോഴൊക്കെ ഈ ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പറയാറുണ്ട്, ദുബായ് ഭയങ്കര സംഭവമാണ്, മോശമെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ചെറിയൊരു രാജ്യമാണ്. നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടുക്കി കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ മലന്റെ മുകളിൽ ഒരു വീട് കാണാം, അവിടെ വൈദ്യുതി ഉണ്ടാവും, അവിടെ വെളിച്ചമുണ്ട്. ഈ രാജ്യം പരന്നു കിടക്കുന്ന ഒരു നാട്, അതിരുകൾ എത്ര വലുതാണ്. പക്ഷെ ഈ രാജ്യം എത്ര മേൽ പുരോഗമിച്ചു. നിങ്ങൾക്ക് ദുബായിലെ ഒരു ലാൻഡ് ഫോണിൽ കിട്ടുന്നതിന്റെ ഇരട്ടി ടെക്നോളജി ഇവിടുത്തെ ലാൻഡ് ഫോണിലുണ്ട്. ഇവിടുത്തെ സൗകര്യങ്ങളുണ്ട്. എന്തെല്ലാം കണക്ഷനുകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ടെക്നോളജിയിൽ എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത്? ലോകത്തിന് മാതൃകയാകുന്ന സാമ്പത്തിക ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിച്ച രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. എപ്പോഴാ കമ്മ്യൂണിസ്റ്റുകാരായത്? ആരാ ഇത് ഭരിച്ചത്? ഏതെങ്കിലും ഒരു കാലത്ത് നിന്റെ ഒരു 10 ഉറുപ്പിന്റെ സഹായം ഉണ്ടായിട്ടുണ്ടോ? നീ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പൊ മധ്യപ്രദേശില് 21 സീറ്റ് കോൺഗ്രസിന് പോയത് നിന്നെ കൊണ്ടാണ്. അവർക്ക് ധൈര്യപൂർവ്വം ഭരിക്കാമായിരുന്നു അവിടെ. നീ വോട്ട് വാങ്ങി, അപ്പൊ ഞങ്ങൾ തോപ്പിച്ചല്ലോ, അഹങ്കരിക്കൊന്നും വേണ്ട. 2000 2500 1500 വോട്ടാണ്. നഞ്ഞെന്തിനാ നന്നഴിയുന്നു? വിഷം കുറച്ച് പോരെന്ന്, വിഷം കുറച്ച് പോരെ. നിങ്ങൾ കുറയൊന്നും വേണ്ട, നോട്ടയുടെയും പിറകിലാണ്. പക്ഷെ 2000 വോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ 21 മണ്ഡലങ്ങളിൽ ജയിപ്പിക്കാമായിരുന്നു. നിങ്ങൾ ചെയ്തത് സെക്കുലർ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി BJPയെ ജയിപ്പിക്കുന്ന പണിയാണ് നിങ്ങൾ എടുത്തത്. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് തിരിച്ചു വരുന്നു, തിരിച്ചു പിടിക്കുന്നു. കർണാടക തിരിച്ചു പിടിച്ചു, മധ്യപ്രദേശ് തിരിച്ചു പിടിച്ചു, രാജസ്ഥാൻ തിരിച്ചു പിടിച്ചു, അങ്ങനെ 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 തിരിച്ചു പിടിച്ചു. ഗുജറാത്തില് തിരിച്ചു വരുന്നു, ഇല്ലേ? ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഖിയാമത്ത് നാൾ 1-ാം തീയതിക്കിടയിൽ നിന്റെ ബംഗാളും ത്രിപുരയും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വല്ല ധാരണയുണ്ട്, വല്ല സാധ്യതയുണ്ട്? ഒന്ന് എടോ, തിരിച്ചു പിടിക്കണമെങ്കിൽ മത്സരിക്കണ്ടേ? മത്സരിക്കണമെങ്കിൽ നോമിനേഷൻ കൊടുക്കണ്ടേ? നോമിനേഷൻ കൊടുക്കണ്ടേ? ആടം വരെ പോണ്ടടോ. അതിന് ധൈര്യമുണ്ടോ? 10-35 കൊല്ലം ഭരിച്ച നാട്ടില് ചെന്നിറങ്ങാൻ പോലും ധൈര്യമില്ലാത്ത നീ എന്ത് ഭരണാടോടെ ഭരിച്ചത്? ഞാൻ പോയിട്ടുണ്ട് ത്രിപുരയില്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. അവിടെ ചെന്നപ്പോൾ നിറയെ BJPയുടെ കൊടി. ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇത് അത്ഭുതം? ഞാൻ ഭാഷാ സഹായിയുടെ സഹായത്തോടെ ചോദിച്ചു, ഇതെന്തൊരു അത്ഭുതമാണ്, നിങ്ങൾ BJP ആയോ? അവർ പറഞ്ഞായി. അപ്പൊ ഞാൻ എൻ്റെ രക്തം തിളച്ചല്ലോ. ഞാൻ അവരോട് ഉപദേശിക്കാൻ തുടങ്ങി, BJP വന്നാൽ അങ്ങനെ ആവും, BJP വന്നാൽ ഇങ്ങനെയാവും, BJP വന്നാൽ ബുദ്ധിമുട്ടാണ്. അവരെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതൊക്കെ BJP വന്നാലല്ലേ,
ഞങ്ങൾ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ്. ഇവര് ഭരിച്ചങ്ങനെ ആക്കിയിട്ടുണ്ട്. ആ നാട്ടിൽ വെള്ളമില്ല, ഒരു സഹായമില്ല, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല. അവർ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുക? അവരെങ്ങനെയാ നിൽക്കുക? നിങ്ങൾ ബംഗാളില് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തോറ്റതൊരു പെണ്ണിന്റെ മുമ്പിലാ സഖാവേ, ഒരു സ്ത്രീയുടെ മുമ്പിൽ. നിങ്ങൾ വനിതാ മതിലുണ്ടാക്കി സ്ത്രീകളെ ശാക്തീകരിക്കണമെങ്കിൽ ആ പെണ്ണിനെ കൊണ്ടൊന്ന് നിർത്തി കൊടുക്കുക. കേരളത്തിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ആ പെണ്ണിന്റെ തലമുടി കൊണ്ട് പിണറായി വിജയന്റെ നടുപ്പുറത്തൊരു നട്ടലുണ്ടാക്കി വെച്ച് കൊടുക്കുക. ഫാഷിസത്തെ എങ്ങനെ നേരിടണമെന്ന് കാണിക്കാൻ. അവിടെ തോറ്റുപോയി. തിരിച്ചു വരാൻ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ കഴിയില്ല. അത്രമേൽ നിങ്ങൾ പോയി. നേരെ ചൊവ്വേ ഒരു പഞ്ചായത്ത് പോലും ഭരിച്ചിട്ടില്ലാത്ത നിങ്ങളാണ് കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരുന്നത്. ഇന്ത്യ രാജ്യം ഉണ്ടായത് അതൊരു ആശയമാണ്. 1937 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ 3-ാമത്തെ തവണ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പാട്രിയോട്സ്, പോയറ്റ്സ് ആൻഡ് പ്രിസണേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ രാമനാഥ് ചാറ്റർജി അദ്ദേഹത്തിന്റെ ഒരു മാസിക ഉണ്ടായിരുന്നു, മോഡേൺ റിവ്യൂ എന്ന് പറയുന്ന മാസിക. അദ്ദേഹം അത് പുസ്തകമാക്കി. പിന്നീട് ആ പുസ്തകത്തിനകത്ത് നെഹ്റു അന്ന് മോഡേൺ റിവ്യൂവിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. എങ്ങനെ എഴുതിയെന്നറിയോ നിങ്ങൾക്ക്? നെഹ്റുവിന്റെ പേര് മാറ്റി. അദ്ദേഹം എഴുതിയത് ചാണക്യൻ എന്ന തൂലികാനാമത്തിലാണ്. അതിൽ അദ്ദേഹം എഴുതുന്നു, നെഹ്റു വീണ്ടും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു, കോൺഗ്രസ് ശക്തി പ്രാപിക്കുകയാണ്. പക്ഷെ സൂക്ഷിക്കണം, ഒരു ജനാധിപത്യ പ്രവർത്തകൻ എപ്പോഴാണ് ഒരു ഡിക്റ്റേറ്റർ ആവുക, ഒരു ഫാഷിസ്റ്റ് ആവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നെഹ്റു പോകുന്ന വഴികളിൽ അദ്ദേഹത്തെ ആരവത്തോടെ സ്വീകരിക്കുകയാണ്, ശബ്ദമുയർത്തുകയാണ്, നെഹ്റു കി ജയ് എന്ന് വിളിക്കുകയാണ്. കോൺഗ്രസുകാർക്ക് വലിയ അഭിമാന ബോധമാണ്. ഏതു നിമിഷവും ഈ കോൺഗ്രസ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായാൽ ഫാഷിസ്റ്റ് ആവും. അവര് അപകടത്തിലേക്ക് പോകും. അവരൊരുപക്ഷെ ഒരു സീസറിസത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെഹ്റുവിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങൾ പഠിക്കണം ഈ മനുഷ്യനെ. പിണറായി വിജയൻ പഠിക്കണം. സ്വന്തം അനുയായികളെ, കൂട്ടത്തിൽ നിൽക്കുന്ന MLA-മാരെ പോലും ഭയപ്പെടുത്തി നിർത്തുന്ന പിണറായി, നിങ്ങൾ പഠിക്കണം നെഹ്റുവിനെ. ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തെ ഈ രാജ്യത്തിലെ കോൺഗ്രസിന്റെ 3-ാമത്തെ അധ്യക്ഷനാക്കി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം മറ്റൊരാളുടെ പേരിൽ എഴുതുകയാണ്. ഈ മധ്യേഷ്യയിൽ എന്തെല്ലാം ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉമർ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ ആശയങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയായി ലോകത്തിന് മാതൃകയാക്കി നിന്നിരുന്ന ഒരു ഭരണ വ്യവസ്ഥക്ക് നേതൃത്വം കൊടുത്ത നെഹ്റു, ആ നെഹ്റു എഴുതുന്നു സ്വന്തം പേരിൽ, സ്വന്തമല്ലാത്ത പേരിൽ അയാളെ തന്നെ വിമർശിച്ചുകൊണ്ട്, തന്നെ വിമർശിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ പഠിക്കേണ്ടത് ഈ രാജ്യമാണ്. ഏതോ ലോകത്തു നിന്ന് ഛർദ്ദിച്ചു വിട്ട, ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞുപോയ ഒരു പ്രത്യേക ശാസ്ത്രത്തെ മുറുകെ പിടിച്ച് രാജ്യത്ത് ഈ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം. എന്തായിരുന്നു ഇന്ത്യ എന്ന്, എവിടെയായിരുന്നു ഇന്ത്യ എന്ന്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ പഠിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് പരീക്ഷ നടക്കുന്നു. ആ പരീക്ഷയിൽ അദ്ദേഹത്തോട് ഒരു വാചകം, കേറ്റ് എന്ന് പറയുന്ന ഒരു വാചകം എഴുതാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ വന്ന ഇൻസ്പെക്ടർ പറഞ്ഞു. അദ്ദേഹത്തിന് എഴുതാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ക്ലാസ്സിലെ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ കാലിൽ ഇങ്ങനെ ചെരുപ്പ് കൊണ്ട് തട്ടിയിട്ട് പറയാണ് ഗാന്ധിജിയോട്, അടുത്തവൻ്റെത് നോക്കി എഴുത്. ഗാന്ധിജി നോക്കിയില്ല. അദ്ദേഹം പിന്നീട് തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നോട് പറയുന്നത് അധ്യാപകനാണെങ്കിലും ഞാനത് ചെയ്താൽ കുറ്റമാണ്. ആ ക്ലാസ് മുറിയിലെ 6 പേരും നേർക്കുനേരെ എഴുതി, ഗാന്ധിജി തെറ്റായി എഴുതി. ഗാന്ധിജി പിന്നീട് പറയുന്നു, എൻ്റെ അധ്യാപകൻ പറഞ്ഞാലും ഞാനത് ചെയ്യുന്നത് തെറ്റാണ്. സൂഫി വര്യനെ പോലെ ജീവിച്ചു പോയ ഒരു മനുഷ്യൻ, ഫക്കീറായി ജീവിച്ചു പോയ ഒരു മനുഷ്യൻ, സഖാവ് പിണറായി വിജയൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി ഇവിടുത്തെ സകല ജനങ്ങളോടും കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിച്ചു മാത്രം ശീലമുള്ള മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ പഠിക്കണം ഇന്ത്യയെ, താങ്കൾ മനസ്സിലാക്കണം ഇന്ത്യയെ. ഇന്ത്യ ഉണ്ടായത് ഒരു സുപ്രഭാതത്തിലല്ല, ഒരുപാട് മൗലികതയുടെ അടിത്തറയുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്. ആ രാജ്യത്തെയാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ, അത് തിരിച്ചറിയാൻ, അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഇന്ത്യ എന്ത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അതറിയാത്തതിന്റെ കുഴപ്പമാണ്.
വനിതാ മതിലുണ്ടാക്കാനൊക്കെ പോകുമ്പോൾ ഈ സംസ്കാരമൊക്കെ രാജ്യത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ പറയണതെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പൊട്ടത്തരമാണ്. നേരത്തെ മുസ്തഫയുടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? സ്ത്രീകൾക്ക് തുല്യത വേണം. ആര്? സഖാവ് പിണറായി വിജയന്റെ പുത്തരിക്കണ്ടം പ്രസംഗമാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു പുത്തരിക്കണ്ടന്റെ മോത്താന നായകൻ എന്ന് വിളിക്കാവുന്നതാണ്. അവിടെ വെച്ച് പ്രസംഗിക്കാൻ സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്? സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറഞ്ഞാൽ അവർ പുരുഷനൊപ്പം നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലൊരു അഹങ്കാരല്ലേ? അതിന്റെ മുകളിൽ പോയിക്കൂടാ? പുരുഷനെക്കാളും മുകളിൽ ചിന്തിച്ചൂടാ? പുരുഷനെക്കാളും മുകളിൽ അധികാരം എടുത്തൂടാ? യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വം എന്നത് പുരുഷാധിപത്യത്തിന്റെ ഒരു പ്രയോഗമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. സ്ത്രീ പുരുഷനൊപ്പമേ നിൽക്കാവൂ എന്ന നിങ്ങളുടെ വൃത്തികെട്ട മനസ്സാണ് ഈ സമത്വം എന്ന വാചകം ഉപയോഗിക്കുന്നത്. ഞങ്ങൾ സമത്വത്തെ കുറിച്ച് വാദിക്കുന്നവരല്ല. അവരവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് ലഭിക്കണമെന്ന് പറയുന്നവരാണ്. അവിടെ സമത്വമല്ല ഉണ്ടാവേണ്ടത്. അതല്ല നിങ്ങൾ പറയുന്നത്. ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, അതിനകത്തൊരു ഒരു ഒരു ധാരണപ്പിശകുണ്ട്. അതൊരു മസിൽ പവറിന്റെ ഭാഷയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് മസിൽ കൊണ്ട് മാത്രമാണോ? ശക്തി കൊണ്ട് മാത്രമാണോ? അല്ല, ബുദ്ധി കൊണ്ട്. മലപ്പുറത്തിലെ ചെറിയ മാപ്പിള കുട്ടികളെ പോയി പരിശോധിക്കുക. ഈ ആകാശത്തിൽ ഒരു പുതിയ നക്ഷത്രം കണ്ടുപിടിച്ച് ലോകത്തിന് മാതൃകയായത് മലപ്പുറത്തിലെ ഒരു മാപ്പിള കുട്ടിയാണ്. ഒരു വനിതാ മതിലും ഉണ്ടാക്കിയിട്ടല്ല. ആ ബുദ്ധി കൊണ്ട് അവർ ഉയർന്നു വന്നത്. ഇവിടുത്തെ സ്ത്രീകൾ പഠിക്കുക. നിങ്ങള് ഏതെങ്കിലും ഒരു കോളേജിൽ, ഇതാ PSMO കോളേജിൽ പോയി നോക്ക്. അവിടുത്തെ 80%, ഞാൻ കഴിഞ്ഞ മാസം അവിടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ കണ്ടു. 80%. ഫറൂഖ് കോളേജ് 90%. സർ സയ്യിദ് കോളേജ് എവിടെ പോയാലും ആൺകുട്ടികളുടെ എത്രയോ മുമ്പിൽ ബുദ്ധി കൊണ്ട് നടക്കുന്നു അവർ. നിങ്ങൾ വനിതാ മതിലുണ്ടാക്കിയതല്ല. അവർക്ക് എല്ലാ മതിലുകളും ഭേദിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് അവരെ തുറന്നു വിട്ടത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അറിയോങ്ങള്, പെണ്ണുങ്ങളെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്ന മതിലാ ഉണ്ടാക്കുന്നത്. അവരെ എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ടറിയാം. എന്നിട്ട് പറയാ സ്ത്രീകൾക്ക് സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് ഞാൻ സഖാവ് പിണറായി വിജയനോട് ചോദിക്കട്ടെ. പോളിറ്റ് ബ്യൂറോയിൽ ഒരു വൃന്ദക്കാരാക്കുണ്ട്. ഏതായാലും പുയ്യാപ്പിള പോളിറ്റ് ബ്യൂറോക്ക് പോകുന്ന ഞാനും കൂടി പറ്റ നേച്ചിട്ട് കൂട്ടിയതല്ലത്. പ്രകാശ് കാരാട്ടിന്റെ ഭാര്യനെ വേറെ ആരാടോ ഉള്ളത്? കേരളത്തിലെ 14 ജില്ലകളിൽ നിനക്ക് CPM സെക്രട്ടറി ഇല്ലേ? ഒരു പെണ്ണുണ്ടോ? നിങ്ങൾക്ക് സ്വാധീനമുള്ള കേരളത്തിൽ നിങ്ങൾ അവരെ മുഖ്യമന്ത്രിയാക്കിയോ? നിങ്ങൾ മുച്ചൂടും ഭരിച്ച ബംഗാളിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയോ? ഞാൻ ചോദിക്കുന്നത്, ഈ വനിതാ പ്രാതിനിധ്യം കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അവരോട് മര്യാദ കാണിച്ചോ? കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി ഇന്ദിരാഗാന്ധി. കഴിഞ്ഞ തവണ സ്വർണ്ണ തളികയിൽ ഈ രാജ്യം വെച്ചു നീട്ടി. ആരുടെ മുമ്പില്? സോണിയാഗാന്ധിയുടെ മുമ്പില്. ഇന്നും കോൺഗ്രസിലെ പ്രബലമായ ശബ്ദമായി. അവിടെ എത്ര വനിതകളുണ്ട്? നിങ്ങൾ പറ. അതിന് സമാനമായ ഒരു മാതൃക നിങ്ങൾ കാണിച്ചിട്ട് പറ. നിങ്ങൾ ഇവിടെ അതിനെതിരായി പറയാൻ നിങ്ങൾ സ്ത്രീകളോട് ബഹുമാനം കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ മതിൽ കെട്ടുമ്പോ എന്റെ കണ്ണൂരിലെ എന്റെ മണ്ഡലത്തിൽ ഒരു പാവം സ്ത്രീയുണ്ട്, ചിത്രലേഖ എന്ന പേര്. ആ സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിച്ചതിന് കണക്കുണ്ടോ? അവരെ പീഡിപ്പിച്ചതിന് കണക്കുണ്ടോ? അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബയായി ആ സ്ത്രീ നിൽക്കുമ്പോ അവർക്കിപ്പോ വീട് വെച്ചു കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. അറിയോ നിങ്ങൾക്ക്? അവർക്ക് ദളിത് സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കുന്നത് അബുദാബിയിലെ ഗ്രീൻ വോയ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങള് നേതൃത്വം കൊടുത്തു. എന്റെ മണ്ഡലത്തില് നിങ്ങൾക്ക് വിനീത കൂട്ടായി അറിയുമോ? ഒരു പെണ്ണാണ് സഖാവേ. ആ കൃഷിക്കാരിയോട് നിങ്ങൾ ചെയ്ത ക്രൂരത നിങ്ങൾ മറക്കോ? നിങ്ങൾക്ക് ചന്ദ്രശേഖരന്റെ ഭാര്യയെ അറിയോ? നിങ്ങൾ കൊന്നു തള്ളിയ എത്ര സ്ത്രീകളുണ്ട് കേരളത്തിൽ? എത്ര നിരാലംബമായി പോയ എത്ര സ്ത്രീകളുണ്ട് കേരളത്തിൽ? ചെറുപ്പക്കാരെ നിങ്ങൾ കൊന്നപ്പോ ഷുക്കൂറിന്റെ ഉമ്മയെ അറിയോ? സ്ത്രീയാണ് അവര്, സ്ത്രീയാണ്. ഈ അടുത്ത് മതം മാറിയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഇവിടുന്ന് കൊന്നു തള്ളിയപ്പോ അവരുടെ കുടുംബത്തിന് പണം കൊടുക്കണമെന്ന് ഈ അബ്ദുറബ് സാഹിബ് നിയമസഭയിൽ പറഞ്ഞപ്പോ എന്താണ് എന്റെ പിണറായി വിജയൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ സ്ത്രീകളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വേഷം കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് പറയുക. നേരത്തെ പറഞ്ഞു ഞാൻ വരുമ്പോ മുസ്തഫ നിയമസഭയുടെ മുമ്പിൽ കെട്ടിക്കിട് അവിടെ സമരം ചെയ്യുകയാണ് ബിജി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ഭാര്യ, ഒരു ജോലി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തള്ളിയിട്ട് കൊല്ലപ്പെട്ടു പോയ അവരുടെ ഭാര്യ ബിജി. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടോ? ആരുടെ കൂടെ ഉണ്ട്?
എന്നിട്ട് മതിലുണ്ടാക്കുകയാണ്. കോട്ടിട്ട മോഡി 3000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കുമ്പോ മുണ്ടുടുത്ത മോഡി 50 കോടിയുടെ മതിലുണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് എന്ത് പ്രത്യേകതയാണ്? വർഗീയതയുടെ പ്രതിമയും വർഗീയതയുടെ മതിലും അത് രണ്ടും ഒരുപോലെയാണ്, അതിനപ്പുറമില്ല. നേരത്തെ അബ്ദുൾ റബ്ബ് സാഹിബ് പറഞ്ഞല്ലോ, പുതുശ്ശേരിയിലെ പഞ്ചായത്ത്, പുതുശ്ശേരി പഞ്ചായത്ത് ഡിക്ലെയർ ചെയ്തു. അവിടുത്തെ ബാങ്കിൽ ഏൽപ്പിച്ച സഹകരണ ബാങ്കിൽ പെൻഷൻ കൊടുക്കാൻ ഏൽപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് 100 രൂപ വീതം പിടിച്ചത് 5 ലക്ഷം ഉറുപ്പികയാണ് പുതുശ്ശേരി പഞ്ചായത്ത്. ഈ പെണ്ണുങ്ങൾ പരസ്പരം കൈ ചോർത്ത് പിടിക്കാൻ എന്തിനാണ് ഈ 50 കോടി? കൈ മടക്കിലൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൈസ. എന്തിനാ 50 കോടി? ഏത് സഖാവിനെ അടിച്ചു മാറ്റാനാണ്? അത് കൈയിട്ട് വാരുന്നത് ആരുടെ കയ്യിൽ നിന്നാ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MLA ആയിട്ട് കണ്ണൂരിൽ എൻ്റെ ഓഫീസ് തുറന്നിട്ട് 2ാമത്തെ ദിവസം ഞാൻ ഓഫീസിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി ഒരു വൃദ്ധനായ മനുഷ്യൻ താഴെയുണ്ട്, അയാൾക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. 2ാം നിലയിലാണ് എൻ്റെ ഓഫീസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ വിറച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അയാളോട് ചോദിച്ചു, എന്താ പ്രശ്നം? അയാളൊന്ന് കിതപ്പടങ്ങട്ടെ എന്ന് പറഞ്ഞ് ഒരു 2 മിനിറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് സർക്കാരെന്ന്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഫയലുകൾ പരിശോധിച്ചു, ഒക്കെ നുറുങ്ങി ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പ്രയാസമാണ്. അവസാനം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യകാല പെൻഷൻ കിട്ടാനുണ്ട് 2-3 മാസത്തെ പൈസയാണ്, 900 രൂപ. എത്രയോ ദൂരെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ആ പാവം മനുഷ്യൻ എന്നെ കാണാൻ വന്നത് ആ 900 രൂപയ്ക്കാണ്. ഞാൻ നിയമസഭയിൽ അബ്ദുൾ റബ്ബ് സാഹിബിനെ അറിയാം, ആ വിഷയം വെച്ചുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നു. അന്ന് അഭിമന്യനായ ഉമ്മൻചാണ്ടി, അന്ന് കേരളം ഭരിക്കുന്നത് ഒരു മനുഷ്യനായിരുന്നു, നിങ്ങൾക്കറിയാലോ. ആ മനുഷ്യൻ അത് കേട്ടു, ആ വേദന അറിഞ്ഞു, ആ നിമിഷം പ്രഖ്യാപിച്ചു അദ്ദേഹം 1000 2000 ആ പാവങ്ങളുടേതാണ് പിണറായി വിജയ ഇപ്പൊ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന പൈസ. നിങ്ങളായിട്ട് 10 രൂപ കൊടുക്കൂല, എന്നാൽ കൊടുത്തത് പോലും അടിച്ചു മാറ്റണം. ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് എന്തൊരു അപമാനമാണ്. ഈ പാവങ്ങളുടെ പൈസ കൊണ്ട് മതിലുണ്ടാക്കി നവോത്ഥാന നായകനാകുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല ഏർപ്പാടും നടത്തുന്നതാണ് പിണറായി വിജയ നല്ലത്. ഈ സാധുക്കളുടെ പൈസ എടുത്തിട്ട് എന്തൊരു എരപ്പത്തര ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ വലിയ രാജാക്കന്മാരായിരുന്നു. ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു ലോഡ് ഫയൽ ഉണ്ടാവും. എന്നുവെച്ചാൽ പാവപ്പെട്ടവർ ഇതാണ് പിണറായി വിജയൻ്റെ അടുത്ത് എന്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ വലിയ തിരക്കിലൊക്കെ ആക്കി ഇടക്കൂടെ പോയിട്ട് നമ്മൾ ഈ ഫയൽ കാണിക്കും ഉമ്മൻചാണ്ടി സാറോട്. മൂർഖിൻ്റെ സമയവും കാലമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് പറയും 1 ലക്ഷം റുപ്യ. ഞാൻ പറയും പാവാണ് സാർ. അത് കേൾക്കുമ്പോൾ തന്നെ 1 ലക്ഷം റുപ്യ, പിന്നെ ഒരു 50,000 റുപ്യ, പിന്നെ ഒരു 10,000 റുപ്യ. അബ്ദുൾ റബ്ബ് സാഹിബൊക്കെ അടിച്ചു മാറ്റില്ല വിദഗ്ധന്മാരായിരുന്നു. അവർക്ക് നമ്മളെക്കാൾ സ്വാധീനമുള്ളതുകൊണ്ട് വമ്പിച്ചടിച്ചു മാറ്റും. ഞാൻ പിന്നെ സാധു അവിടെ അല്ലേ കണ്ണൂരിൽ ഒറ്റക്ക്, അപ്പോൾ കുറച്ചൊക്കെ കിട്ടുള്ളൂ. എന്നാൽ എന്തൊരു സുഖമായിരുന്നു. എത്ര പാവങ്ങൾക്ക് ആ പൈസ കിട്ടിയിരുന്നത്. ഇപ്പോഴോ, ഇപ്പം നമ്മുടെ രാജരാജ ചോള വിക്രമനാണ് ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്വീകരിക്കൂല. നിങ്ങൾ ഓഫീസിൽ കൊടുത്തോളൂ. അമ്മ നമ്മൾ ഓഫീസ് കൊടുക്കണം. ഓഫീസ് കൊടുത്താൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കൊരു കത്ത് വരും, താങ്കളുടെ അപേക്ഷ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായി ഒരു തെളിവായല്ല, അതെടുത്ത് ഓഫീസിൽ വെക്കും. 2 ആഴ്ച കഴിയുമ്പോൾ ജില്ലാ കലക്ടർക്ക് ഒരു കത്ത്, അതൊന്ന് പരിശോധിക്കണം. ജില്ലാ കലക്ടർ 2 ആഴ്ച കഴിയുമ്പോൾ തഹസിൽദാർക്ക് ഒരു ADM-ന് കത്ത്, അതൊന്ന് പോയി പരിശോധിക്കണം. മൂപ്പര് 2 ആഴ്ച കഴിഞ്ഞിട്ട് തഹസിൽദാർക്ക് ഒരു കത്ത്, അതൊന്ന് പോയി പരിശോധിക്കണം. മൂപ്പര് 2 ആഴ്ച കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസർക്ക് ഒരു കത്ത്, അതൊന്ന് പോയി പരിശോധിക്കണം. മൂപ്പര് പരിശോധിക്കാൻ ഓഫീസ് വീട്ടിൽ ചെല്ലുമ്പോൾ 40ന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ആൾക്കാർ. രോഗി മരിച്ചിട്ട് 40ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തിട്ടും നിങ്ങൾ ചെയ്യണത്? 10 റുപ്യയുടെ ഉപകാരം രാജ്യത്തെ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാതെ ആ പാവങ്ങളുടെ പൈസ അടിച്ചു മാറ്റല്ലേ നിങ്ങൾ ചെയ്യണത്? ആ പൈസ അതല്ലേ ചെയ്യുന്നത്? ഡോക്ടർ മുനീർ സാഹിബ് വർഗീയ മതിൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ പറ? സുഗതൻ ഉണ്ടാക്കുന്ന മതിൽ വർഗീയമല്ലേ? വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്ന മതിൽ വർഗീയമല്ലേ? എന്താ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? മെനഞ്ഞാന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നവോത്ഥാനത്തിൽ പങ്കില്ല. ശരിയാണ്, അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, അത് സത്യമാണ്. ആ കള്ള് വെച്ചിട്ടുണ്ടാക്കുന്ന വമ്പൻ കുടമയറിനും അതുണ്ടാക്കി വെച്ച ആധിപത്യത്തിനും ഞങ്ങൾക്ക് പങ്കുണ്ടാവില്ല. പക്ഷെ മുസ്ലിങ്ങളുടെ പങ്ക് വെള്ളപ്പള്ളിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ രാജ്യത്തിലെ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് കുറെ നവോത്ഥാനത്തിന്റെ പേരിലുള്ള ആശയങ്ങളല്ല. അവർക്ക് ജീവിക്കാനുള്ള അവസരമാണ്, അവർക്ക് വിദ്യാഭ്യാസമാണ്, അവർക്ക് സംസ്കാരമാണ്. മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണോ ഈ നാട്ടിലെ ഈഴവ സമുദായത്തെ സമുദ്ധരിച്ചത്, ആ വലിയ മനുഷ്യൻ എങ്ങനെയാണോ ഈഴവന്മാർക്ക് ആർജവം ഉണ്ടാക്കി കൊടുത്തത്,
അവരോട് പറഞ്ഞു അറിവ് നേടുക, അവരോട് പറഞ്ഞു സംഘടിക്കുക. ആ മാർഗമാണോ? അതേ വഴിയിലാണ് കേരളത്തിലെ മുസ്ലിങ്ങളും പോയത്. അവർക്ക് അറിവുണ്ടായി, അവർ സംഘടിച്ചു, അവർ ഒരുമിച്ച് നിന്നു, വലിയ നേട്ടങ്ങൾ ഉണ്ടായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ അർത്ഥം എന്താണ്? സഖാവ് പിണറായി വിജയൻ പറയുക, എന്താണ് നവോത്ഥാനം? അതൊരു വലിയ സാധനം ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി റോട്ടുമേൽ നിൽക്കലാണോ? എന്താണ് നവോത്ഥാനം? ഒരു സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിയാണോ? ഒരു സമൂഹത്തിന്റെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഇവിടെ നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയനെ അല്ലേ? ലാവലിന്റെ 360 കോടി അണ്ണാക്ക് തൊടാതെ വിട്ട ഒരു കള്ളനെ അല്ലേ? തീരുന്നില്ല. ചന്ദ്രശേഖർ തന്റെ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു കൊടി പിടിച്ചപ്പോ ഇരുട്ടിന്റെ മറവിൽ ആ പാപത്തിനെ വെട്ടിക്കൊല്ലാൻ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വണ്ടിയും കൊടുത്ത് പറഞ്ഞു വിട്ട ഒരു പാർട്ടിയുടെ നേതാവിനെ ആർക്കാണോ നവോത്ഥാനം ഉണ്ടാവേണ്ടത്? ഏറ്റവും വലിയ നവോത്ഥാനം എന്താണെന്ന് അറിയുമോ? മനുഷ്യനെ മനുഷ്യനായി കാണുക. അതാണ്. ഇവിടെ മതങ്ങൾ ഒരുപാട് ദുരാചാരങ്ങൾ നടത്തി, അതിനെതിരെയാണ് നവോത്ഥാനത്തിന്റെ ശ്രമം ഉണ്ടായത്. ഗുരുദേവൻ അങ്ങനെയാ വന്നത്. ഞങ്ങൾക്കും വേണം ശിവൻ എന്ന് പറഞ്ഞ് ഈഴവ ശിവനെ ഉണ്ടാക്കി ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യർക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മതങ്ങൾ ഉണ്ടാക്കി വെച്ച വെറി ഉണ്ടല്ലോ, തെറ്റായ രീതിയിൽ ഉണ്ടാക്കി വെച്ച വെറി, ആ വെറിയുടെ 1000 മടങ്ങ് ശക്തി കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന വെറി, അതിന് വിലയില്ല, അതിന് പ്രസക്തിയില്ല. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയ, CPM-ന്റെ കൊടി പിടിക്കാത്ത ഒരു പാർട്ടിക്കാരനെ മനുഷ്യനായുള്ള പരിഗണന നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കുമെങ്കിൽ കണ്ണൂരിന്റെ തെരുവിൽ നിങ്ങൾ കൊന്നു തള്ളിയ 10,000 പാവപ്പെട്ടവർ, അവരെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? പിണറായി വിജയൻ പറയ, തന്റെ പാർട്ടിക്കപ്പുറത്തേക്ക് കടന്നു പോകുന്നവനെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുക? ഞങ്ങൾ നവോത്ഥാനത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട്, അത് മനുഷ്യരുടെ പുരോഗതിയാണ്, നന്മയാണ്. ഞങ്ങൾ അങ്ങനെയാ പഠിച്ചത്. ഞങ്ങൾ കൊടുക്കുന്ന ബൈത്തുറഹ്മ പഠിക്ക്, ഞങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്ക്, ഞങ്ങൾ ചെയ്ത സേവനങ്ങൾ പഠിക്ക്. അതിൽ ജാതിയുണ്ടോ, മതമുണ്ടോ? ഈ നാട്ടിലെ ഒരു ഹിന്ദു സഹോദരന് അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന അതേ മൗലികമായ അവകാശം ഈ നാട്ടിലെ മുസ്ലിമിനും വേണമെന്നല്ലാതെ മറ്റെന്താ ലീഗ് ചെയ്തത്, ലീഗ് പറഞ്ഞത്? നിങ്ങൾ പറയൂ, എന്തപരാധമാണ്, എന്തു തെറ്റാണ്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ നടത്തിയ നവോത്ഥാനം മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശപ്പ് മനുഷ്യനുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ തന്നെ ഒരു ചോദ്യമുണ്ട് ഇല്ലേ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആളുകളൊക്കെ മുസ്ലിമായ മാത്രം അവരെ സഹായിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാനേക്കാൾ വലിയ നീതിമാനാകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് വേറെ മതം ഉണ്ടാവോ, വേറെ ആശയം ഉണ്ടാവോ? അള്ളാഹ് ചോദിക്കുകയാണ്, ഞാൻ വിചാരിച്ചില്ലല്ലോ, ഞാനത് ചെയ്തില്ലല്ലോ. അള്ളാഹുവിന്റെ ഭാഷയല്ലേ അത്, അള്ളാഹുവിന്റെ വാക്കല്ലേ അത്? ഞാനത് ചെയ്തില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ല പറയണില്ലേ? അങ്ങനെങ്കിൽ ഈ മനുഷ്യരെ മുഴുവൻ കാണാൻ ഒരുപോലെ കാണാൻ കഴിയണ്ടേ? അവര് പാർട്ടി മാറിയാൽ, അവര് മതം മാറിയാൽ, അവർ മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് പോയാൽ, അവർ നിന്നോട് തെറ്റിയാൽ, അവന്റെ ജീവൻ എടുക്കാൻ നിനക്കെന്താ അധികാരം? നിനക്കെന്താ അവകാശം? മതം മാറിയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട മണ്ണല്ലേ ഇത്? രാഷ്ട്രീയ പാർട്ടി മാറിയതിന്റെ പേരിൽ എത്ര ചെറുപ്പക്കാരെ നിങ്ങൾ കൊന്നിട്ടുണ്ട്? എന്നിട്ട് നവോത്ഥാനത്തെ കുറിച്ച് പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിക്കുക, വായ തുറക്കുമ്പോൾ ഡ്രാക്കുളയുടെ 2 പല്ല് പുറത്തേക്ക് വരിക, ചോര എങ്ങനെ ഒഴിക്കുക. ആ പിണറായി വിജയനാണ് രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ പിടിക്കുന്നത് ചെങ്കൊടിയുടെ രാഷ്ട്രീയം, നടപ്പിലാക്കുന്നത് കാവിക്കൊടിയുടെ രാഷ്ട്രീയം. അതാണ്. പിടിക്കുന്ന കൊടി ചെങ്കൊടിയാണ്, പക്ഷേ നടപ്പിലാക്കുന്ന രാഷ്ട്രീയം കാവിക്കൊടിയുടേതാണ്. അപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ പറഞ്ഞു, ശശിനെ പേടിച്ചിട്ടാണ്. അതാണ്. ഒരു തിരിച്ചറിവൊക്കെ നല്ലതാണ്, സംഗതി നല്ലതാണ്. ഏതായാലും നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു ബുദ്ധി ഉണ്ടായതിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ നവോത്ഥാനം ഉണ്ടാകുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നവോത്ഥാന കാലത്ത് ശബരിമല ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുപോയ ആളെ ശബരിമലക്ക് ഡോക്ടർ പൽപ്പ് കൊണ്ടുപോയോ? VT ഭട്ടതിരിപ്പാട് കൊണ്ടുപോയോ? ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയോ? ഇല്ലല്ലോ. ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ നവോത്ഥാനം ഉണ്ടാകുമെന്ന് ആരാണ് സഖാവ് പിണറായി വിജയനോട് പറഞ്ഞത്? നിങ്ങൾ പറയാ. എന്നിട്ട് അതിനെതിരെ സത്യം പറഞ്ഞ ഒരു പാതിരിയുടെ
ഒരു കഥയുണ്ട്. ഒരു പള്ളിയിലച്ഛൻ ആഫ്രിക്കയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവിടെ പോവാണ്. അവിടെ ഈ കറുത്തവരും വെളുത്തവരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്ന രാജ്യമാണ്, ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഇങ്ങനെ ഒരു വൈകുന്നേരം നടന്നു പോകുമ്പോൾ അദ്ദേഹം കാണുമുണ്ട് കുറേ വെളുത്ത ആളുകൾ വെള്ളത്തിൽ നിന്ന് ഒരു കുട്ടിയെ, ഒരു കറുത്തവനായ കുട്ടിയെ ഒരു കയറിട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കരയിലേക്ക് കയറ്റുകയാണ്. അച്ഛന് ഭയങ്കര സന്തോഷമായി. എന്നോട് പലരും പറഞ്ഞത് ഇവിടെ കറുത്തവർ വെളുത്തവരെ കൊല്ലും, എന്നാൽ വെളുത്തവർ കറുത്തവരെ കൊല്ലുന്നൊക്കെയാണ്, വലിയ കുഴപ്പമുണ്ടെന്നാണ്. പക്ഷെ വലിയ സന്തോഷമായി അച്ഛന്. അങ്ങനെ അച്ഛന് അവിടെ വന്ന വെളുത്ത ആൾക്കാരൊക്കെ അഭിവാദ്യം ചെയ്തു, കൈയൊക്കെ കൊടുത്തു, പറഞ്ഞു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു, നന്നായി. അത് അവരൊക്കെ ഒന്ന് അഭിവാദ്യം ചെയ്തിട്ട് അവരെ പറഞ്ഞയച്ചു. പിന്നെ ആ കുട്ടി അവിടെ ഇങ്ങനെ തണുത്ത് പറിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, കുട്ടി എന്ത് നല്ല മനുഷ്യരാണല്ലേ, ഞാൻ കേട്ടത് നിങ്ങളെയൊക്കെ ഇവർ കൊല്ലുന്നതാണ്, നിങ്ങളിവരൊക്കെ കൊല്ലുന്നൊക്കെ ഞാൻ കേട്ടത്, പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നിങ്ങളിപ്പം ഇവിടെ വന്നതാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്നതാണ്. എന്നാൽ എന്നെ ഇരയാക്കിയിട്ട് മുതല പിടിക്കാൻ വേണ്ടിയിട്ടതാണ്. മുതല വരാത്തതുകൊണ്ട് എന്നെ പിടിച്ച് വലിച്ച് കരയെ കയറ്റി, നാളെ പിന്നീട്ട് കൊടുക്കാനുള്ളതാണ്. എൻ്റെ പെണ്ണുങ്ങൾ നിങ്ങളൊരു ഇരയാണ്. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലിയിലും ഒക്കെ കിട്ടാനുള്ള വോട്ടിൻ്റെ ഇരയാണ്. അല്ലാണ്ട് പിണറായി വിജയൻ എന്തു സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മിനിമം ഒന്ന് ചിരിച്ചുകൂടെ ചങ്ങായിമാരെ? അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, 10 റുപ്യ ചിലവില്ലാത്ത കാര്യമാണ്. ഞാൻ യൂത്ത് ലീഗുകാരോട് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ചിരിക്കണം എന്നാണ്. വെറുതെ ചിരിക്കണം. ഇന്നക്കും ലതസറൂനന്നാസബിയംവാലിക്കും വലാകിൻ യസറൂഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖി. പ്രവാചകന്റെ ഭാഷയാണ്. സഗതക്ക കൊടുക്കുന്നതിന് തുല്യമാണ്. എല്ലാവർക്കും ഇപ്പോൾ താപ്യത്തിന് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് എല്ലാവരും ചിരിച്ചാലും മതിയാവില്ല. പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കണം എന്നാണ്. എൻ്റെ അടുത്ത് ഇല്ല സഹോദര, ഒന്ന് ചേർത്ത് പിടിക്കണം എന്നാണ്. അങ്ങനെ ചിരിച്ചാൽ പോരെ? ചിരിക്കാൻ അറിയാം അയാൾക്ക്. ഞാൻ ശംസീറിനോട് ചോദിച്ചു ഒരു ദിവസം, അയാൾ പറഞ്ഞു ഞങ്ങൾ വിപ്ലവ പോരാളി. ഞാൻ പറഞ്ഞു എന്ത് വിപ്ലവമാണോ? പിണറായി വിജയൻ വരുമ്പോഴത്തേക്ക് മൂട്ട് പറിച്ച് മൂത്രമൊഴിക്കുന്നത്, നിനക്കൊക്കെ എന്ത് വിപ്ലവം? നേതാക്കന്മാരെ എന്തിനാണോ ഇങ്ങനെ പേടിക്കണത്? ഞങ്ങൾക്ക് നേതാക്കന്മാരില്ലേ? നേതാക്കന്മാരെ ഞങ്ങൾ പേടിക്കലുണ്ടോ? ഞങ്ങൾ ബഹുമാനിക്കലുണ്ട്. നേതാക്കന്മാരെ എന്തിനാ പേടിക്കണം? അല്ലാഹുവല്ലാതെ വേറെ ആരോടോ പേടിക്കേണ്ടത്? വേറെ ആരെയാ ഭയപ്പെടേണ്ടത്? ബഹുമാനിക്കണം, സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് പേടിയല്ലേ? ഞാൻ കാണാറുണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലത്തിനടുത്താണ് ജെയിംസ് മാത്യു MLA ഒക്കെ അവിടെയൊക്കെയാണുള്ളത്. അപ്പം ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ MLA അധികം കാണുക. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിക്കും എന്തൊക്കെയുണ്ട് വിഷയം നോക്കും. അദ്ദേഹം സുഖമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കും. അപ്പം കാണാം നമ്മളെ ചോള രാജ വിക്രമൻ ഇങ്ങനെ വരികയാണ്. പിന്നെ എല്ലാവരും കൈയോടെ കടിച്ച് മിണ്ടരുത്. എന്തിനാണോ ഇങ്ങനെ പേടിക്കണത്? എന്തിനാ അങ്ങനെ ഭയപ്പെടുന്നത്? എന്നിട്ടാ പറയണത് നിങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കുക. മനുഷ്യനെ പോലെ ചിരിക്കാൻ പഠിക്കുക, മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കുക, സഹജീവികളോട് കരുണ കാണിക്കാൻ പഠിക്കുക. അത് പഠിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ചു തരാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയൊന്ന് പിടിക്കുക. ആ പാർട്ടിയുടെ ആശയം ഒന്ന് മനസ്സിലാക്കുക. ഇത് കരുണയാണ്, ഇത് സ്നേഹമാണ്, ഇത് ആർദ്രതയാണ്, ഇത് സഹാനുഭൂതിയാണ്. അതാണ് മിസ്റ്റർ ജലീൽ ഞാൻ പറഞ്ഞത്. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് വരുമ്പോ ഉണ്ടാവുന്ന ഒരു നന്മയുണ്ട്, ഒരാശയമുണ്ട്. അത് നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അടിയറ വെക്കുന്നവർക്ക് അതറിയില്ല, അത് മനസ്സിലാവില്ല. അതറിയാൻ ലീഗാവണം. എന്റെ ചെറുപ്പക്കാരെ, അഭിമാനത്തോടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പറയിൽ അണിനിരക്കുക. അസ്സലാമു അലൈക്കും.